ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഇന്നത്തെ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഇത് കണ്ടോ, ഇതേപോലെ ഒരു ലോങ് ഐഡിയ സ്വന്തമായി നിങ്ങളെല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കും. മാത്രമല്ല, ഇതുപോലുള്ള ഒരു ഐഡിയ മറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കും. അത് മാത്രമല്ല കേട്ടോ, പലർക്കും നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ചില സംശയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ആരാണ് നിങ്ങളുടെ കൂടെ വന്നത്? എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കൂടെ വന്നത്, എൻ്റെ ബ്രദറാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഈ കൂടെ വരിക എന്നുള്ളതിന് എന്താണ് പറയുക? നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാവും. പലരും പറയുക കം വിത്ത് മീ, കെയിം വിത്ത് മീ എന്നൊക്കെ ആയിരിക്കും. അത് പോരാ. അപ്പോൾ അതേതാണ് സെൻറ്റൻസ് എന്ന് ഞാനിതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചായപ്പൊടിക്ക് എന്താ പറയുക? ടീ പൗഡർ, ടീ ഡസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇനി മധുരപലഹാരത്തിന് നമ്മൾ എന്താ പറയുക? പലപ്പോഴും പല രീതിയിൽ നമ്മൾ പറയാറില്ലേ? നമ്മൾ ഡെസേർട്ട് എന്ന് പറയാറില്ലേ? മധുരപലഹാരം നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീം അല്ലെങ്കിൽ പായസമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഡെസേർട്ട് കഴിക്കാമെന്ന് പറയാറില്ലേ? പക്ഷെ തെറ്റാണത്. അപ്പോൾ എന്തായിരിക്കും ശരിയായ രീതിയിൽ പറയേണ്ടത്? ഈ മധുരപലഹാരം പോലെ തന്നെയാണ് മധുരമില്ലാത്ത പലഹാരങ്ങളുമില്ലേ? മിച്ചർ, ചിപ്സ്, മുറുക്ക്, നമ്മൾ പൊറ്റേറ്റോ ലേസൊക്കെ ഇല്ലേ? മധുരമില്ലാത്ത ഉപ്പും എരിവുമുള്ള ഇതിനൊക്കെ എന്താ പറയുക? അതെന്താണ് പറയുന്നതെന്നും ഞാൻ വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയും, അയ്യോ സാറേ, ഒരു കോൺഫിഡൻസ് ഇല്ല, പറയുമ്പോൾ അങ്ങോട്ട് മൊത്തം തെറ്റിപ്പോവാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, confidence in speaking comes from practice and perseverance. That's very important. എത്ര നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആയി മാറും. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് തെറ്റ് പറ്റാം, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. തെറ്റ് പറ്റുന്നത് സ്വാഭാവികമാണ്. സംസാരിക്കുന്നത് നിങ്ങൾ ഹൃദയം കൊണ്ട് സംസാരിക്കുക. നിങ്ങൾ ഗ്രാമറിനെ പറ്റി പേടിക്കാതെ ഹൃദയം കൊണ്ട് സംസാരിക്കുക. Fluency is not about perfection. It's about communication. Speak with your heart and the words will follow you. Yes, my dear friend, it's me, Surya Dhanesh. Welcome to Brilliant English. കുറേ നാളുകളായി നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലേ? കുറേ നാളുകളായി ഭയങ്കര തിരക്കിലായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ഞാൻ കരുതും. നമ്മുടെ പുതിയ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ടെലിഗ്രാമിലൂടെയുള്ള ട്രെയിനിങ് പ്രോഗ്രാം. ഒരു ബാച്ച് തുടങ്ങണമെന്ന് കരുതി ഇപ്പം 3 ബാച്ച് ഒരുമിച്ച് തുടങ്ങേണ്ട അവസ്ഥ വന്നു. അതിനുശേഷവും ഒരുപാട് ആൾക്കാർ ഫീസ് അടച്ചു. അവർക്കൊക്കെ ഫീസ് തിരിച്ചു ഞാൻ കൊടുത്താണ്. കാരണം ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ ആളുകളെയും പ്രത്യേകം ശ്രദ്ധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകളുടെ എണ്ണം അത്രയും നിർത്തിവെച്ച് അതിനുശേഷം ബാച്ച് എടുക്കാതിരുന്നത്. ദയവായി ക്ഷമിക്കുക. പുതിയ ബാച്ച് വരുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. 9995582247 ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ലഭിക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇടുകയല്ല ചെയ്യുക. യൂട്യൂബ് വീഡിയോകൾ ഇടുന്ന സമയം നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. ഒപ്പം നമ്മുടെ പെയ്ഡ് കോഴ്സ് ആരംഭിക്കുന്ന സമയവും എപ്പോഴാണ് കോഴ്സസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ചെറിയൊരു ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ആ കോഴ്സുകൾ ലഭിക്കുക. പുതിയൊരു ട്രെയിനിങ് പ്രോഗ്രാം വരാൻ പോകുന്നുണ്ട്. ഉടൻ തന്നെ ഒരു കിഡിലൻ പ്രോഗ്രാം, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടതുപോലെ വീഡിയോ ക്ലാസ്സുകളായിട്ടുള്ള ഒരു പ്രോഗ്രാം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു യൂട്യൂബിൽ നൽകുന്നത് പോലുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിയുള്ള ട്രെയിനിങ് പ്രോഗ്രാം വീഡിയോകളായിട്ട് ലഭിക്കുമോ വിവിധ രാജ്യങ്ങളിലുള്ള. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരുപാട് രാജ്യങ്ങളിലെ ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങുന്ന സമയത്തായിരിക്കും അതിൻ്റെ ഫീസും മറ്റ് കാര്യങ്ങളൊക്കെ പറയാം. മുൻകൂട്ടി ഫീസ് അടയ്ക്കരുത്. അങ്ങനെ പറഞ്ഞാലും ചില സുഹൃത്തുക്കൾ ഫീ അടയ്ക്കും, പിന്നെ ഞാനത് റീഫണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കോഴ്സിൻ്റെ ഫീസും കോഴ്സിൻ്റെ സമയമൊക്കെ പറയുന്ന ആ സമയത്ത് മാത്രം ഫീസ് അടയ്ക്കുക. അത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. ഓരോ സമയത്തും കുറച്ച് ആൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുത്താലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. നമ്മുടെ 1ാമത്തെ വീഡിയോ കാണാം. ഇതിന് തൊട്ട് മുമ്പ് ബേസിക് ലെവൽ 1 എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. അത് കണ്ടതിന് ശേഷം ഇത് കാണുക. എങ്കിലേ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ. ചില സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. നോട്ടിഫിക്കേഷൻ വരാനില്ലെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയവും കാര്യങ്ങളും അറിയുന്നില്ലെങ്കിൽ, ഒറ്റ കാരണം കൊണ്ടാണ്
നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ടാൽ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല. അതുകൊണ്ടാണ്, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറന്നുപോകാതെ കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ ക്ലാസ് ചെയ്യാനുള്ള ഒരു എനർജി ലഭിക്കുകയുള്ളൂ. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ഓൺലൈൻ ക്ലാസ് ഒന്ന് കണക്ട് ചെയ്യാൻ ഒരല്പം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരിയെ കൂടി നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഈ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങളെയാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഗ്യാപ്പ് ഞാൻ തരുന്നതായിരിക്കും. ആ സമയത്ത് എന്നോടൊപ്പം ഉറക്കെ പറഞ്ഞ് പഠിക്കണം എല്ലാവരും. ഞാനൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഹലോ മോളെ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. കഴിഞ്ഞ സെഷൻസൊക്കെ മുമ്പ് ഞാൻ നൽകിയിട്ടുള്ള ക്ലാസ്സൊക്കെ മോള് നന്നായി നോക്കിയായിരുന്നോ? നന്നായി നോക്കിയിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ മോള് നന്നായിട്ട് മിടുക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഒരു ലോങ് ഐഡിയ നമുക്ക് സ്വന്തമായിട്ട് പറയാൻ പോകാം. അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളും കൂടി ഇത് കേൾക്കുന്നുണ്ട്. അവർക്ക് പറയാൻ വേണ്ടി ചെറിയ ചെറിയ ഗ്യാപ്പും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് പറയാം കേട്ടോ. റെഡി അല്ലേ? സൂപ്പർ. അപ്പോൾ ആദ്യം നമ്മൾ പറയാനുള്ളത് 2 ദിവസം മുമ്പെന്ന്. ഈ 2 ദിവസം മുമ്പ് എന്ന് പറയാൻ 2 ദിവസത്തിന് എന്താ പറയുക? 2 days. വെരി ഗുഡ്. മുമ്പ് എന്നുള്ളതിന് പറയുന്നതിന് എഗോ എന്ന് പറയും. എഗോ, AGO, എഗോ എന്ന് പറയും. എഗോ. അപ്പോൾ ബിഫോർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് 2 days എഗോ ഒന്ന് ഒരുമിച്ച് പറഞ്ഞ മോള്. 2 days ago. നമ്മൾ കേട്ടേക്കുന്ന സുഹൃത്തുക്കളും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. 2 days എഗോ. മോളൊന്ന് പറഞ്ഞേ. 2 days ago. ഓക്കെ. ഇനി 2 ദിവസം മുമ്പല്ലേ? അങ്ങനെയാണെങ്കിൽ 4 ദിവസം മുമ്പ് എന്നാണെങ്കിൽ എങ്ങനെയാണ് പറയുക? ഓഡിയൻസ് ഒന്ന് പറഞ്ഞോട്ടെ. 4 ദിവസം മുമ്പ്. ഇനി മോളെന്ന് പറഞ്ഞേ. 4 days ago. 4 days ago. റൈറ്റ്. ഇനി ഇത് ദിവസം മാത്രമല്ല, ആഴ്ചയാണെങ്കിലും. ഇപ്പോൾ 2 ആഴ്ച മുമ്പ്. 2 ആഴ്ച മുമ്പ് എന്നാണെങ്കിൽ എന്ത് പറയും? 2 weeks. 2 weeks മുമ്പ് എന്നുള്ള എഗോ. അപ്പോൾ എങ്ങനെ പറയും? 2 weeks ago. 2 weeks ago. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. 3 മാസം മുമ്പ്. ആഴ്ചയല്ല, 3 മാസം മുമ്പ് എന്നാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പറയുക? ഒന്ന് പറഞ്ഞു നോക്കിയേ. 3 മാസം മുമ്പ്. മോളൊന്ന് പറഞ്ഞേ. 3 months ago. 3 months ago. വെരി ഗുഡ്. 3 months ago. ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ. 3 months ago. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത്ര ദിവസം മുമ്പ് എന്ന് പറയാൻ വേണ്ടി എഗോ എന്ന് പറയാം. ബിഫോർ എന്നും പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ എഗോ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 2 ദിവസം മുമ്പ് എന്നുള്ളതിന് എന്ത് പറയും? 2 ദിവസം മുമ്പ് 2 days ago. 2 days ago. ഓക്കെ. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളൊരു സ്ഥലത്ത് പോയി എന്നാണ് പറയുന്നത്. 2 ദിവസം മുമ്പ് ഞാൻ ഏതെങ്കിലും ഒരു മൈസൂർ പോയി. നമ്മളിപ്പോൾ ടൂറൊക്കെ പോയാലും. മോൾ ടൂർ പോയായിരുന്നോ? വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ മൈസൂർ പോയി. അപ്പോൾ ഞാൻ പോയി എന്നുള്ളതിന് എന്ത് പറയും? ഞാൻ പോയി. I went അല്ലേ? I went എവിടെയാണ്? ടു മൈസൂർ. അതെ, ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ. I went to Mysore. ഓക്കെ. ഞാൻ ഡൽഹി പോയി എന്നാണെങ്കിൽ I went to Delhi. അപ്പോൾ ഈ സമയം 2 ദിവസം മുമ്പ് എന്നുള്ളത് നമ്മൾ വേണമെങ്കിൽ ആദ്യം പറയാം, അല്ലെങ്കിൽ അവസാനം പറയാം. I went to Delhi 2 days ago എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 2 days ago I went to Delhi. അങ്ങനെയും പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് സമയം വേണമെങ്കിൽ നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടി ആദ്യം പറയാം. അപ്പോൾ 2 days ago I went to Delhi. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയി എന്നാണ്. നമ്മുടെ ഓഡിയൻസ് എൻ്റെ കൂടെ ഒന്ന് ഉറക്കെ പറയാം. 2 days ago I went to Delhi. മോളൊന്ന് പറഞ്ഞു നോക്കിയേ. 2 days ago I went to Delhi. ഓക്കെ. ഇനി 2 ആഴ്ച മുമ്പ് ഞാൻ ബാംഗ്ലൂർ പോയി എന്നാണ് പറയേണ്ടത്. ഓഡിയൻസ് ഒന്ന് പറഞ്ഞു നോക്കുക. 2 ആഴ്ച മുമ്പ് ആണ്. ആഴ്ചയാണ്. ആഴ്ചയ്ക്ക് എന്താ പറയുക മോളെ? 2 weeks. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. മോളൊന്ന് പറഞ്ഞു നോക്കിയേ. എവിടെ പോയിന്നാ? ഞാൻ ബാംഗ്ലൂർ പോയി. 2 ആഴ്ച മുമ്പ് ഞാൻ ബാംഗ്ലൂർ പോയി. 2 weeks ago I went to Bangalore. യെസ്, I went to Bangalore. I went to the Bangalore എന്ന് പറയരുത്. സ്ഥലത്തിൻ്റെ പുറകിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതെവിടെ ഉപയോഗിക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, അതേപോലെ പോസ്റ്റ് ഓഫീസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പറയുമ്പോൾ അതിൻ്റെ തൊട്ട് പുറകിൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ ബീച്ച്, ദ ബീച്ച്, ദി പാർക്ക്, അങ്ങനെയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ മോളൊന്ന് പറഞ്ഞു നോക്കിയേ. കഴിഞ്ഞ മാസം ഞാൻ പാർക്കിൽ പോയി. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ്. നമ്മൾ ഈ പറഞ്ഞ രീതി തന്നെ ചെയ്ത് നോക്കാം. 2 മാസം മുമ്പ് ഞാൻ പാർക്കിൽ പോയി. 2 months ago I went to park.
അവിടെ ഇതാ വന്നില്ല. പാർക്കിൻ്റെ തൊട്ടുപുറയിൽ എന്ത് വേണം? ദ പാർക്ക്. എന്ത് പറയും? 2 months ago, I went to the park. I went to the park. ഓക്കെ. 2 ആഴ്ച മുമ്പ് ഞാൻ ബാങ്കിൽ പോയി. നമ്മുടെ ഓഡിയൻസ് ആണ് പറയേണ്ടത്. 2 ആഴ്ച മുമ്പ് ഞാൻ ബാങ്കിൽ പോയി. ഓഡിയൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. അതിനുശേഷം മോളെന്ന് പറഞ്ഞേ. 2 months ago. 2 ആഴ്ച മുമ്പ്. 2 weeks ago, I went to the bank. I went to the bank. സ്പീഡിൽ പറയാൻ ശ്രമിക്കുക. എല്ലാ ഓഡിയൻസും കേൾക്കുന്ന സുഹൃത്തുക്കൾ ഉറക്കെ പറയാൻ ശ്രമിക്കുക. എത്ര ആഴ്ച മുമ്പ്? 2 weeks. 2 weeks ago, I went to the bank. 2 weeks ago, I went to the bank. വെരി ഗുഡ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അവിടെ വെച്ച് ഞാൻ ഒരാളെ കണ്ടു എന്നാണ്. അപ്പോൾ അവിടെ വെച്ച് എന്നുള്ളതിന് നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെയർ. WHERE. വെയർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നൊരർത്ഥമുണ്ട്, അവിടെ വെച്ച് എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. പല ആളുകൾക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. വെയർ എന്ന് പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് അവിടെ വരിക? ദയർ പോരെ. ദയർ എന്ന് പറഞ്ഞാൽ ഐ വെൻ ദയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി എന്നാണ്. ഓക്കെ. ഐ വെൻ ദയർ എന്ന് പറഞ്ഞാൽ എന്താ മോളെ അർത്ഥം? ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ പോയി എന്നാണ്. എന്നാൽ ഇവിടെ 2 സെൻറ്റൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ, അതായത് ഞാൻ ബാംഗ്ലൂർ പോയി, അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിനെ കണ്ടു. അപ്പോൾ ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ, പിന്നെ ഞാൻ സുഹൃത്തിനെ കണ്ടു എന്നുള്ളതിന് എന്ത് പറയും? I saw my friend. അതെ. സി എന്ന് പറഞ്ഞാൽ കാണുക, സോ കണ്ടു. ഐ സോ മൈ ഫ്രണ്ട്. ഐ സോ മൈ ഫ്രണ്ട്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയി എന്നുള്ളതിന് ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ. അതുപോലെ ഞാൻ സുഹൃത്തിനെ കണ്ടു എന്നുള്ളതിന് ഐ സോ മൈ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് പറയാണ്, ഞാൻ ബാംഗ്ലൂർ പോയി, അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ വെയർ ഐ സോ മൈ ഫ്രണ്ട്. വെയർ ഐ സോ മൈ ഫ്രണ്ട്. അതാണ്. മനസ്സിലായോ മോക്ക്? അപ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ദയർ ഐ സോ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പോരുന്നു. അത് പോരാ. 2 സെൻറ്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുമ്പോൾ അവിടെ വെയർ വേണം. ദയർ ഉപയോഗിച്ചല്ല ജോയിൻ ചെയ്യുക. ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ ഇവിടെ വെയർ ഐ സോ മൈ ഫ്രണ്ട് എന്നാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞാലാണ് കറക്റ്റ് ആവുള്ളൂ. അതേപോലെ തന്നെ ആ സ്ഥലത്ത് എന്നൊരർത്ഥം ഇല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ സ്ഥലത്ത് നിന്നൊരു അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന മീനിങ് അവിടെ വെച്ച്, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ 2 സെൻറ്റൻസുകൾ ജോയിൻ ചെയ്യുമ്പോൾ വേറെ തന്നെയാണ് വേണ്ടത്, ദയർ അല്ല വേണ്ടത്. ഇത് കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് കുറച്ചുകൂടി വ്യക്തമാവും. തുടക്കത്തിൽ തന്നെ ഞാനതെല്ലാം കൂടി പറഞ്ഞ് ഗ്രാമർ പറഞ്ഞ് ടെൻഷനാക്കുന്നില്ല. നമ്മൾ സംസാരിച്ച് പഠിച്ചു പോവുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ വെച്ച് ഒരാളെ കണ്ടു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലാണ്. എന്നാലും ഞാൻ റിവിഷൻ ചെയ്തു പോവാണ്. പുതിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടതിന് ശേഷം വരിക കേട്ടോ. ബേസിക് ലെവൽ പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ വന്നേക്കാം. ഓക്കെ. അപ്പോൾ മോളെന്ന് പറഞ്ഞു നോക്കിയേ. 2 ആഴ്ച മുമ്പ് ഞാൻ ബാംഗ്ലൂർ പോയി, അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിനെ കണ്ടു എന്നാണ് നമുക്ക് പറയേണ്ടത്. ആദ്യം നമ്മുടെ ഓഡിയൻസ് ഒന്ന് പറഞ്ഞേക്കട്ടെ. 2 ആഴ്ച മുമ്പ് ബാംഗ്ലൂർ പോയി, അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിനെ കണ്ടു. പെട്ടെന്ന് പറഞ്ഞു നോക്കുക. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. അതിനുശേഷം മോളൊന്ന് പറഞ്ഞു നോക്കുക. 2 weeks ago, I went to Bangalore where I saw my friend. വെരി ഗുഡ്. 2 weeks ago, I went to Bangalore where I saw my friend. അല്ലേ? ഇനി ഇതേപോലെ ഒരു സെൻറ്റൻസ് കൂടി ഞാൻ പറയാം നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ട്. ആദ്യം നിങ്ങളൊന്ന് പറയാം. 2 ദിവസം മുമ്പ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി, അവിടെ വെച്ച് എൻ്റെ നെയ്ബറിനെ കണ്ടു. നെയ്ബറിലെ അയൽക്കാരൻ. ഇതാണ് നമ്മുടെ ഓഡിയൻസ് പറയേണ്ടത്. 2 ദിവസം മുമ്പ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി, അവിടെ വെച്ച് എൻ്റെ നെയ്ബറിനെ കണ്ടു. പെട്ടെന്ന് ഓഡിയൻസ് ഒന്ന് പറഞ്ഞു നോക്കുക. അതിനുശേഷം മോളൊന്ന് പറഞ്ഞു നോക്കുക. 2 days ago, I went to the post office where I saw my neighbor. കണ്ടോ? ഐ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. ദ പോസ്റ്റ് ഓഫീസ് അത് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതാന്ന് പ്രത്യേകം പറയണം. ചിലപ്പോൾ നിങ്ങൾ ചില ആൾക്കാർക്ക് പറയുന്ന സമയത്ത് ഇത് വിട്ടുപോയിട്ടുണ്ടാവും. വിട്ടുപോകരുത്. ഓക്കെ. ഇനി നമുക്ക് വേർ ഐ സോ മൈ നെയ്ബർ എന്നാകാം, ആരും ആകാം, അല്ലേ? 3 ദിവസം മുമ്പ് ഞാൻ സ്കൂളിൽ പോയി, അവിടെ വെച്ച് എൻ്റെ അധ്യാപകനെ കണ്ടു. മോളെങ്ങനെ പറയാം? ആദ്യം ഒന്ന് ഓഡിയൻസ് പറഞ്ഞോട്ടെ. 3 ദിവസം മുമ്പ് ഞാൻ സ്കൂളിൽ പോയി, അവിടെ വെച്ച് എൻ്റെ അധ്യാപകനെ കണ്ടു എന്നാണ് പറയേണ്ടത്. നമ്മൾ ഓഡിയൻസ് പെട്ടെന്ന് പറയാം. ഇനി മോക്ക് പറയാം. എൻ്റെ സ്കൂളിൽ പോയത് 3 ദിവസം മുമ്പ്. 3 days ago, I went to my school where I saw my teacher. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഐ വെൻറ്റ് ടു സ്കൂളാണോ ഐ വെൻറ്റ് ടു ദ സ്കൂളാണോ? ഒരുപാട് ആൾക്ക് കൺഫ്യൂഷൻ വന്നൊരു കാര്യമാണ്. വെൻ ടു സ്കൂളും വെൻ ടു ദ സ്കൂളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും സെയിം തന്നെയാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മോളെ? Went
ടു ദി സ്കൂൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതയുണ്ട്, മറ്റേ ഇതയില്ല, അതാണോ? വെന്റ് ടു ദി സ്കൂൾ എന്ന് പറയുമ്പോൾ ആ സ്കൂളിന് അങ്ങനെ എടുത്ത് ആയിട്ട് പറയുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് അത് ചെറിയൊരു കാര്യം മോള് പറഞ്ഞ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പണ്ടൊരു ഇതാന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതേപോലെ തന്നെ ഒരു സംഭവമാണ്. ഇപ്പോൾ മോളിപ്പോൾ സ്കൂളിൽ സ്ഥിരമായിട്ട് പോകുന്നല്ലേ അല്ലേ, പഠിക്കാൻ വേണ്ടി പോവല്ലേ, അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് വെൻ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി, വെൻ ടു ദ സ്കൂൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതേസമയം ഒരു പേരൻറ്റ് പോവാണ്, പേരൻറ്റ് ചിലപ്പോൾ PTA മീറ്റിങ്ങിനായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെ പോകുമ്പം വെൻ ടു ദ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ഒരു പേർപ്പസ് അതിനകത്തുണ്ട്. ഐ വെൻ ടു ദ സ്കൂൾ ടു അറ്റൻഡ് എ PTA മീറ്റിംഗ് കേട്ടോ. അപ്പോൾ ഒരു PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് പറയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ടു ദ അല്ലേ, ഐ വെൻ ടു ദ സ്കൂൾ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? ഇതാ ഉപയോഗിക്കാം. സാധാരണ സ്കൂളിൽ ഇപ്പോൾ കുട്ടികൾ പോവുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് എന്ത് പറയാം? ഞാൻ ഇന്നലെ സ്കൂളിൽ പോയെന്ന് കഴിയുമ്പോൾ യെസ് ഐ വെൻ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി. യെസ്റ്റർഡേ ഐ വെൻ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി. ഐ വെൻ ടു ദ സ്കൂൾ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഇതാണ് വ്യത്യാസം. അപ്പോൾ സ്കൂളിൻ്റെ ക്ലിയർ ആയോ? എന്താ വ്യത്യാസം പറഞ്ഞു മോള് പറഞ്ഞ? ഇപ്പോൾ കുട്ടികൾ എപ്പോഴും സ്കൂളിൽ പോകുന്നുണ്ട്, അപ്പോൾ വെൻ ടു ദ വരില്ല, വെൻ ടു സ്കൂളേ വരുള്ളൂ. അതേസമയം ഒരു പാരന്റ്സ് ഒക്കെ പോകുമ്പോൾ ഒരു PTA മീറ്റിങ്ങിനും പാരന്റ്സ് മീറ്റിങ്ങിനും ഒക്കെ ആയിരിക്കും പോവാ. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ വേണ്ടിയിട്ട് അത് PTA പേരൻസ് മീറ്റിംഗ് മാത്രമല്ല, അതേപോലെ കാരണം അവർ സ്ഥിരമായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു അവസരങ്ങൾ പ്രത്യേകമായി എടുത്ത് പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, പക്ഷേ ബേസിക്കായ ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും എന്നതുകൊണ്ട് ഞാൻ പിന്നീട് അത് കൂടുതൽ വ്യക്തമാകുന്നതായിരിക്കും. ഇതാ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അത് ഗ്രാമറായിട്ട് ഞാൻ പറയുന്നില്ല. ഇത് ഉപയോഗിക്കുന്ന യൂണിവേഴ്സൽ ട്രൂത്ത്, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ആയിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ പറയുന്നില്ല. അത് ഞാൻ പിന്നീട് എടുക്കുന്നതായിരിക്കും. ഓരോന്നോരോന്നായിട്ട് ഉപയോഗിച്ച് പഠിച്ചു പോകാം. അതിലല്ലേ? ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഞാനൊരു ഐഡിയ പറയാം. ആ ഐഡിയേൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞതിലേക്ക് ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വരാൻ പോവാണ്. അതായത് 2 ആഴ്ച മുമ്പ് ഞാൻ ഊട്ടിയിൽ പോയി. എവിടെയാണ് പോയത്? ഊട്ടിയിൽ പോയി. അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. അതറിയാലോ. അവൻ എൻ്റെ കൂടെ വന്നു. ഓക്കെ, അപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാൻ ഊട്ടിയിൽ പോയി, അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിനെ കണ്ടു, അവൻ എൻ്റെ കൂടെ വന്നു. ഈ കൂടെ വരിക എന്നുള്ളതിന് എന്താ പറയുക? കൂടെ വരിക എന്നുള്ളതിന് 2 രീതിയിൽ ആൾക്കാർ പറയാറുണ്ട്. കെയിം വിത്ത് മീ എന്ന് പറയാറുണ്ട്. കം വിത്ത് മീ വരിക, കെയിം വിത്ത് മീ വന്നു എന്ന് പറയാറുണ്ട്. അതേപോലെ അക്കമ്പനീഡ്. അപ്പോൾ ഇവിടുത്തെ തമ്മിൽ രണ്ടിൻ്റെ അർത്ഥം കൂടെ വരിക എന്നാണ്. അക്കമ്പനീഡ് മീ, ഹി അക്കമ്പനീഡ് മീ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ കൂടെ വന്നു. അവൻ അദ്ദേഹമായ ആൾ. പുരുഷന്മാർക്ക് പൊതുവിൽ എന്താ പറയുക? ഹി എന്നാണ് പറയുക. ബഹുമാനത്തോടു കൂടി ആണുങ്ങൾ നമ്മൾ ഹി എന്ന് പറയും, സ്ത്രീകളാണെങ്കിൽ ഷീ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവൻ, ഇപ്പം നമ്മുടെ സുഹൃത്താകുമ്പോൾ അവൻ എന്നൊക്കെ നമുക്ക് വിളിക്കാമല്ലോ. അവൻ എൻ്റെ കൂടെ വന്നു, എങ്ങനെ പറയും? അവൻ, ഹി ആണ് അവൻ. കൂടെ വരിക എന്നുള്ളതിന് അക്കമ്പനീഡ്. നമ്മൾ പറയില്ലേ, നിങ്ങളുടെ കമ്പനിക്കാരൻ ഉണ്ടായിരുന്നെന്ന് ചോദിക്കില്ലേ? നിങ്ങളുടെ കമ്പനിക്കാരൻ ഉണ്ടായിരുന്നെന്ന് ചോദിക്കില്ലേ? അപ്പോൾ കമ്പനിക്കാരെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ എന്നുള്ള അർത്ഥം കൂടി ഉണ്ടല്ലോ, അങ്ങനെ പറയാറില്ലേ നമ്മൾ മലയാളത്തിലൊക്കെ സംസാരിക്കുമ്പോൾ? അതേ രീതിയാണ് അക്കമ്പനീഡ്. അക്കമ്പനീഡ് എന്ന് പറഞ്ഞാൽ കൂടെ വരിക എന്നർത്ഥം. കമ്പനീൻ്റെ കൂടെ ആ കമ്പനി എന്ന് പറഞ്ഞാൽ മതി. അക്കമ്പനി എന്താ പറയുക? അക്കമ്പനി എന്ന് പറഞ്ഞു നോക്കേ. ആ കമ്പനി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു നോക്കുക, അക്കമ്പനി. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പോൾ അക്കമ്പനീഡ് എന്ന് പറഞ്ഞാൽ കൂടെ വരിക. അക്കമ്പനീഡ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ACCOMPANIED. അക്കമ്പനീഡ് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നു, മീ. ഓക്കെ, ഹി എന്ന് പറഞ്ഞാൽ അവൻ, അതിൽ അദ്ദേഹം അല്ലെ അയാൾ. ഓക്കെ, അവൻ എൻ്റെ കൂടെ വന്നു പറയുമ്പോൾ ഹി അക്കമ്പനീഡ് മീ. എന്ത് പറയും? യെസ്, ഹി അക്കമ്പനീഡ് മീ, അവൻ എൻ്റെ കൂടെ വന്നു. ഹി കെയിം വിത്ത് മീ എന്ന് പറഞ്ഞാലും അവൻ എൻ്റെ കൂടെ വന്നു എന്നാണ്. ഇവ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ആ പോകുന്ന സമയത്ത് പെട്ടെന്ന് വഴിയിൽ നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു, വാ കയറി, ഞാനൊരു സ്ഥലം വരെ പോവാം, നീ ഇരിക്കുക എന്നുകൊണ്ട് അവനെയും നമ്മുടെ കാറിൽ കയറ്റിയിരുത്തി നമ്മൾ പോവുകയാണെങ്കിൽ ഹി കെയിം വിത്ത് മീ എന്നാണ്. അക്കമ്പനീഡ് മീ എന്നാണെങ്കിൽ നമ്മൾ പറയുകയാണ്, നോക്ക് നാളെ നമുക്ക് ജസ്റ്റ് ഡൽഹി വരെ അല്ലെ ബാംഗ്ലൂർ വരെ ഒന്ന് പോകാനുണ്ട്, നമുക്ക് 2 കൂടി പോകാം, നമ്മൾ ഇന്നാൾ പറഞ്ഞ ചില ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താൽ അവിടെ പോയി നോക്കാം എന്നൊക്കെ തീരുമാനം എടുത്ത് പ്ലാൻ ചെയ്ത് പോവാണ്. അപ്പോൾ 2 ആളെ കൊണ്ടും അയാൾക്കും ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ കൂടെ പോകുന്ന ഫ്രണ്ട് വെറുതെ പോരല്ല, അയാൾക്കും എന്ത് ചെയ്യാനുണ്ട്?
ഒരു കാര്യം ചെയ്യാനുണ്ട്, ഒരു ആക്ട് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അക്കമ്പനീഡാണ് നല്ലത്. മനസ്സിലായോ? അപ്പോൾ അവൻ എൻ്റെ കൂടെ വന്നു എന്ന് എങ്ങനെ പറയും? He accompanied me. He accompanied me. ഓക്കെ, അപ്പോൾ he came with me തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഊട്ടി പോയി എന്നല്ലേ പറഞ്ഞത്. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഊട്ടിയിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അവൻ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീ ഫാക്ടറിയിലേക്ക് പോയി. ടീ ഫാക്ടറിയില്ലേ, ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത്, തേയിലയൊക്കെ വെട്ടി ചായപ്പൊടിയൊക്കെ ഉണ്ടാകുന്ന, ഉണക്കിപ്പൊടിച്ച് ചായപ്പൊടി ഉണ്ടാക്കുന്ന ടീ ഫാക്ടറിയില്ലേ. അപ്പോൾ ടീ ഫാക്ടറിയിലേക്ക് പോയി. ഊട്ടി പോയാൽ കാണാം അവിടെ ടീ ഫാക്ടറിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ, മോള് കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ടീ ഫാക്ടറിയിലേക്ക് പോയി എന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയി എന്നാണ് എന്ത് പറയും? ഞങ്ങൾ എന്നുള്ളതിന് വി എന്ന് പറയാം, WE. വി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞങ്ങൾ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ. വി, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വി. വി എന്നാണ് പറയാം, WE, വി. ഞങ്ങൾ പോയി എന്നാകുമ്പോൾ വി വെൻറ്റ്. എങ്ങോട്ടാണ് പോയത്? ടീ ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ വി വെൻറ്റ് ടു ടീ ഫാക്ടറി എന്ന് മതിയോ? ദ വേണം. വെരി ഗുഡ്, അതാണ് അവിടെ ദ ഉപയോഗിക്കണം. വി വെൻറ്റ് ടു ദ ടീ ഫാക്ടറി. ഓക്കെ, അപ്പം ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്ക് പോയി. ഞങ്ങൾ ഒരുമിച്ച് പോയി എന്ന് ചേർക്കണമെങ്കിൽ ടുഗെദർ എന്നൊരു സംഭവം കൂടി വേണം. ടുഗെദർ ഒന്ന് പറഞ്ഞു നോക്കിയേ. ടുഗെദർ അത് ഏറ്റവും അവസാനം ചേർത്താൽ മതി. വി വെൻറ്റ് ടു ദ ടീ ഫാക്ടറി ടുഗെദർ. വി വെൻറ്റ് ടു ദ ടീ ഫാക്ടറി ടുഗെദർ. നമ്മൾ ഓഡിയൻസ് ഒന്ന് പറഞ്ഞു നോക്കുക. We went to the tea factory together. മോളെന്ന് പറഞ്ഞേ. We went to the tea factory together. We went to the tea factory together. We went to the tea factory together. ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയേ. We went to the tea factory together. അപ്പോൾ ടുഗെദർ അങ്ങനെ അവസാനം ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം, ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ആദ്യം നമ്മളെങ്ങോട്ടാണ് പോയത്? എത്ര ആഴ്ച മുമ്പാണ് പോയത്? 2 ആഴ്ച മുമ്പ്. 2 ആഴ്ച മുമ്പ് നമ്മൾ എവിടെയാണ് പോയത്? ഊട്ടിയിലാണ് പോയത്. ഓക്കെ, അവിടെ വെച്ച് ആരെയാണ് കണ്ടത്? ഫ്രണ്ടിനെ കണ്ടു. ഓക്കെ, അവൻ എന്ത് ചെയ്തു? നമ്മുടെ കൂടെ വന്നു. അവൻ എൻ്റെ കൂടെ വന്നു. ഹി അക്കമ്പനീഡ് മീ. റൈറ്റ്. ഓക്കെ, എന്നിട്ട് നമ്മളെങ്ങോട്ട് പോയത്? ഞങ്ങളെങ്ങോട്ട് ഒരുമിച്ച് പോയത്? ടീ ഫാക്ടറിയിൽ. അപ്പോൾ ഇതൊന്ന് ഓർഡറിൽ പറഞ്ഞു വയ്ക്കുക. ഇത് നിങ്ങൾ മനസ്സിൽ കാണണം. മോൾ എന്താ സംഭവം വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്നതിന് മുമ്പ്, ഈ സംഭവം പറയുന്നതിന് മുമ്പ് മനസ്സിൽ ഈ സംഭവം 1 by 1 ആയിട്ട് കാണാം. പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. 2 weeks. ഓക്കെ, 2 ആഴ്ച എന്ന് എഴുതാം. 2 weeks. ഓക്കെ, പിന്നെ എവിടെ പോയത്? ഊട്ടി എന്ന് എഴുതുക. അടുത്ത പോയിന്റ് ഊട്ടിയിലാണ് പോയത്. അവിടെ വെച്ച് സുഹൃത്തിനെ കണ്ടു, അപ്പോൾ ഫ്രണ്ട് എന്ന് എഴുതുക. ഓക്കെ, അവൻ എൻ്റെ കൂടെ വന്നു. അക്കമ്പനീന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എങ്ങോട്ട് പോയത്? ടീ ഫാക്ടറിയിലേക്കാണ് പോയത്. അപ്പോൾ ടീ ഫാക്ടറി എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് മോളൊന്ന് പറഞ്ഞു നോക്കിയേ. 2 ആഴ്ച മുമ്പ് ഞാൻ ഊട്ടിയിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അവൻ എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ടീ ഫാക്ടറിയിലേക്ക് പോയി. 2 weeks ago, I went to Ooty, where I saw my friend. He accompanied me. We went to the tea factory together. Right. ഈ അവിടെ വേണമെങ്കിൽ അവൻ എൻ്റെ കൂടെ വന്നു എന്ന് ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു ആൻഡും കൂടി ചേർത്താൽ ആ സെൻറ്റൻസ് ഒന്നുകൂടി ക്ലിയർ ആവും. He accompanied me and we went to the tea factory together. ഒരു ആൻഡ് അവിടെ വന്നാൽ നല്ലതായിരിക്കും. ആൻഡ് ഇങ്ങനെ ഓരോന്ന് ഉപയോഗിച്ച് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓരോ സമയത്ത് ഇതെങ്ങനെയാണ് വരുന്നത്, അപ്പോൾ നമ്മൾ ഉപയോഗത്തിലൂടെ പഠിക്കാം. അവിടെ വേണേൽ അങ്ങനെ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും ഭാഗം ഒന്നുകൂടി പറഞ്ഞു നോക്കുമ്പോൾ. 2 weeks ago, I went to Ooty, where I saw my friend. He accompanied me and we went to the tea factory together. അതാണ് കേട്ടോ. മനസ്സിലാദ്യം സംഭവം നല്ല ക്ലിയർ ആയിട്ട് വേണം. നമ്മൾ എവിടെ പോകുന്നു? ഊട്ടി പോകുന്നു അല്ലേ? എന്നാ പോകുന്നതെന്ന് ആദ്യം നോക്കണം. എന്നാണ്? 2 ആഴ്ച മുമ്പ്. എവിടെ പോകുന്നു? ഊട്ടി പോകുന്നു. അവിടെ നിന്ന് ആരെ കാണുന്നു? ഫ്രണ്ടിനെ കാണുന്നു. ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? അക്കമ്പനീഡ് ചെയ്യുന്നു അല്ലേ? അക്കമ്പനീഡ് മീ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, ടീ ഫാക്ടറിയിലേക്ക് ഒരുമിച്ച് പോകുന്നു. ടുഗെദർ. ഓക്കെ, യെസ്. എന്നിട്ട് ടീ ഫാക്ടറിയിൽ അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 1 കിലോ ടീ പൗഡർ വാങ്ങുന്നു. ടീ പൗഡർ എന്ന് മനസ്സിലായോ? ചായപ്പൊടിക്ക് എന്ത് പറയും? ടീ പൗഡറിനും ടീ ഡസ്റ്റ് എന്നും 2 ഇതുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ചില സ്റ്റുഡൻസൊക്കെ നമ്മളോട് ചോദിച്ചു, ടീ ഡസ്റ്റ്, ടീ പൗഡർ ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നു. ഓക്കെ, ചായപ്പൊടിക്ക് ടീ ഡസ്റ്റ് എന്നും ടീ പൗഡർ എന്നും 2 രീതി പറയാറുണ്ട്. 2 രീതിയിലും ചിലപ്പോൾ ചില ഇതിൻ്റെ മുകളിലൊക്കെ എഴുതാറുണ്ട്. ടീ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വളരെ നൈസായിട്ടുള്ള പാർട്ടിക്കിൾസിന് ടീ ഡസ്റ്റ് എന്ന് തന്നെയാണ് പറയുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം,
ശരിക്കും ഈ ചായപ്പൊടിയിൽ ലോവർ ക്വാളിറ്റിയുള്ള പാക്കറ്റിനാണ് ടീ ഡസ്റ്റ് എന്ന് പറയാം. ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ചായപ്പൊടി പാക്കിനാണ് എന്ത് പറയുന്നത്, ടീ ഡസ്റ്റ് എന്ന് സാധാരണ നോട്ട് ചെയ്യാറ് പുറത്തേക്കൊക്കെ, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ. മറ്റേത് ടീ പൗഡർ എന്ന് തന്നെയാണ് നോട്ട് ചെയ്യുക. എന്താ പറയുക, ടീ പൗഡർ. ഇങ്ങനെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീ ഡസ്റ്റും ടീ പൗഡർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടീ ഫാക്ടറിയിൽ പോയി അവിടുന്ന് ഞാൻ 1 കിലോ ടീ പൗഡർ വാങ്ങി. ഓക്കെ, വാങ്ങി എന്നുള്ളതിന്, വാങ്ങുക എന്നുള്ളതിന് ബൈ എന്നാണ് പറയുക. ഓർമ്മയുണ്ടോ? ബൈ, BUY, വാങ്ങുക. വാങ്ങി എന്നാകുമ്പോൾ ബോട്ട്, BOUGHT, ബോട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വാങ്ങി എന്നുള്ളത് എന്താ പറയും, ഐ ബോട്ട്. എന്താ വാങ്ങിയത്? 1 കിലോഗ്രാം ടീ പൗഡർ. അതുപോരാ, 1 കിലോഗ്രാം ഓഫ് ടീ പൗഡർ. എന്ത് സാധനം വാങ്ങുമ്പോഴും ഇതേപോലെ നിങ്ങൾ അളവ് പറയുന്ന സമയത്ത് അവിടെ ഓഫും കൂടെ ചേർക്കണം. 1 കിലോഗ്രാം ഓഫ് റൈസ് പൗഡർ, 1 കിലോഗ്രാം ഓഫ് ഒനിയൻ, 1 കിലോഗ്രാം ഓഫ് ബനാന. ഓക്കെ, 1 കിലോഗ്രാം ഓഫ് പൈനാപ്പിൾ. ഓക്കെ, അപ്പോൾ എന്തുവേണം അവിടെ ഓഫ് ചേർക്കണം. ഓക്കെ, ആ ഓഫ് ചേർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഐ ബോട്ട് 1 കിലോഗ്രാം ഓഫ് ടീ പൗഡർ. ഒന്ന് പറഞ്ഞു നോക്കിയേ. I bought 1 kilogram of tea powder. അപ്പോൾ ഒരുമിച്ച് പറയാം. ഞങ്ങൾ ഒരുമിച്ച് ടീ ഫാക്ടറിയിൽ പോയി അവിടെ വെച്ച്, അപ്പോൾ ഇവിടെ വേറെ ചേർക്കുക ഇടയിൽ, അവിടെ വെച്ച് ഞാൻ 1 കിലോഗ്രാം ടീ പൗഡർ വാങ്ങി. ഞങ്ങൾ ഒരുമിച്ച് ടീ ഫാക്ടറിയിൽ പോയി. അപ്പോൾ എങ്ങനെ പറയും? We went to the tea factory together. We went to the tea factory together where we bought where we bought 1 kilogram of tea powder. ഓക്കെ, ഞാൻ വാങ്ങിയതാണെങ്കിൽ വേർ ഐ ബോട്ട് 1 കിലോഗ്രാം ഓഫ് ടീ പൗഡർ. ഓക്കെ, ഇതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ 1-2 വേറെ സെൻറ്റൻസുകൾ പറയാം. ഞങ്ങൾ ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയി. ഞാൻ അവിടെ നിന്നും 1 കിലോ റൈസ് പൗഡർ വാങ്ങി. റൈസ് പൗഡറിന് ഓർമ്മയുണ്ടോ? നമ്മൾ പൊടിക്ക് എന്താ പറയുക, ഫ്ലോറാണോ, ഫ്ലവർ, റൈസ് ഫ്ലവർ. ഓക്കെ, റൈസ് ഫ്ലവർ, റൈസ് ഫ്ലോർ എന്നല്ല പറയേണ്ടത്, റൈസ് ഫ്ലവർ. അരിപ്പൊടിക്ക് പൗഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്ലവർ, അങ്ങനെയാണ് പറയാം. ഫ്ലോർ എന്നാണ് നമ്മൾ പറയാറ്, ഫ്ലോർ മിൽ എന്നാണ് പറയാറ്, പക്ഷേ ഫ്ലവർ മില്ലാണ്. ഞാൻ മുമ്പ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ. ഫ്ലോർ മിൽ എന്നല്ല അതിൻ്റെ ഉച്ചാരണം, ഫ്ലവർ മിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പൂവോ, അത് തെറ്റല്ലേന്ന് തോന്നും, പക്ഷേ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? റൈസ് ഫ്ലവർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ നിന്നും 1 കിലോ റൈസ് ഫ്ലവർ വാങ്ങി എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ഞാൻ അവിടെ നിന്നും 1 കിലോ റൈസ് ഫ്ലവർ വാങ്ങി. We went to the supermarket together where I bought 1 kilogram of rice flour. നമ്മൾ ഓഡിയൻസ് കേൾക്കുന്ന ആൾക്കാരൊന്ന് പറഞ്ഞു നോക്കുക. ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ 1 കിലോഗ്രാം ടീ പൗഡർ വാങ്ങിയെന്ന് എങ്ങനെ പറയും? I bought 1 kilogram of tea powder. ഓക്കെ, ഞാൻ 2 കിലോഗ്രാം, മുമ്പ് നമ്മൾ പഠിച്ച കാര്യം ഓർമ്മയുണ്ടോന്നുണ്ട്. ഞാൻ 2 കിലോഗ്രാം വെണ്ടയ്ക്ക വാങ്ങി. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങാമെന്ന് ഇരിക്കുക, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ മുമ്പത്തെ വീഡിയോയിൽ. എങ്ങനെ പറയും? എന്താണ്? ഞാൻ 2 കിലോഗ്രാം വെണ്ടയ്ക്ക വാങ്ങി. I bought 2 kilogram of lady's finger. ഓക്ര, ലേഡീസ് ഫിംഗർ എന്നുള്ളത് നമ്മൾ ഇന്ത്യയിൽ പറയുന്നവരാണ്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം ഓക്ര. ഞാൻ മുമ്പത് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, എന്താ നമ്മളെ പറയാം? ഓക്ര. ഓക്കെ, ലേഡീസ് ഫിംഗർ തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾ പുറത്തൊക്കെ പോയാൽ ലേഡീസ് ഫിംഗർ എന്നല്ല പറയുക, ഓക്ര എന്നാണ് പറയുക. യെസ്. അപ്പോൾ ഇനി അതേപോലെ തന്നെ ഞാൻ 1 കിലോഗ്രാം എന്ത് വാങ്ങിച്ചു? ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു. ഞങ്ങൾ ഇങ്ങനെ പറയാം, ഞങ്ങൾ ഒരുമിച്ച് പച്ചക്കറി മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് ഞാൻ 1 കിലോഗ്രാം ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പച്ചക്കറി മാർക്കറ്റിൽ പോയി. We went to grocery shop together. പച്ചക്കറി മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്. We went to the vegetable market
ഞാൻ എങ്ങനെയാണ് വേണ്ടത്? ഞങ്ങൾ ഒരുമിച്ച് എന്നുള്ള വാക്ക് ഏതായിരുന്നു? ടുഗെദർ. അത് അവസാനം പറയണ്ടേ? അപ്പം മോളൊന്ന് പറഞ്ഞു നോക്കിയേ. We went together. We went to എവിടെയാ പോയത്? We went to the vegetable shop together. വെജിറ്റബിൾ മാർക്കറ്റ്. അപ്പോൾ ആദ്യം ഇത് പറയാം. We went to the vegetable market together. ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ. We went to the vegetable market together, where I bought 1 kilogram of potato. വെരി ഗുഡ്. ഓക്കെ, അന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ പഠിപ്പിച്ചേ? പൊട്ടറ്റോ അല്ല, എന്താണ്? പൊറ്റേറ്റോ. നമ്മൾ കേൾക്കുന്ന സുഹൃത്തുക്കളും പറഞ്ഞു നോക്കുക, പൊറ്റേറ്റോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടി, കേൾക്കുന്ന ഓഡിയൻസിന് വേണ്ടി ഞാനൊരു സെൻറ്റൻസ് പറയാം. ഞങ്ങൾ ഒരുമിച്ച് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി. ഞാൻ അവിടെ നിന്നും ഒരു ടീഷർട്ട് വാങ്ങി. ഞങ്ങൾ ഒരുമിച്ച് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. ഞാൻ അവിടെ നിന്നും ഒരു ടീഷർട്ട് വാങ്ങി. നമ്മുടെ ഓഡിയൻസ് പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മോള് പറയുന്നതായിരിക്കും. ഇനി മോളൊന്ന് പറഞ്ഞു നോക്കിയേ. ഞങ്ങൾ ഒരുമിച്ച് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി. We went to the textile shop together. വെരി ഗുഡ്. ഉണ്ടോ ഈ ടുഗെദർ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ചില ആൾക്കാരെങ്കിലും പറയാൻ വിട്ടുപോയി ഉണ്ടാവും. ഓക്കെ, മോളെന്ന് പറഞ്ഞേ. We went to the textile shop together, where I bought a t-shirt. അല്ലേ? Yeah, very good. We went to the textile shop together, where I bought a t-shirt. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വേറൊന്നുകൂടി നമുക്ക് പറയാം. ഞങ്ങൾ ഒരുമിച്ച് ഫിഷ് മാർക്കറ്റിൽ പോയി. ഞാൻ അവിടെ നിന്നും 1 കിലോ ചാള, അല്ലെങ്കിൽ മത്തി ചാള എന്നൊക്കെ പറയില്ലേ, അത് വാങ്ങിച്ചു. ഞങ്ങൾ ഒരുമിച്ച് എവിടെ പോയത്? ഫിഷ് മാർക്കറ്റിൽ പോയി. അവിടെ നിന്നും 1 കിലോ ചാള വാങ്ങിച്ചു, അല്ലെ 1 കിലോ മത്തി വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചു എന്നാണ് പറയേണ്ടത്. നമ്മുടെ ഓഡിയൻസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കുക. അതിനുശേഷം മോള് പറയുന്നതായിരിക്കും. ഓക്കെ, We went to the fish market together. ഒരുമിച്ച് പറയാതെ. We went to the fish market together. ഓക്കെ, ഇങ്ങനെയാണ് ഓഡിയൻസും പറയേണ്ടത്. We went to the fish market together. അവിടെ മുറിക്കരുത്. ഓക്കെ, ഒന്ന് പറഞ്ഞേ. We went to the fish market together, where I bought 1 kilogram of fish. വെരി ഗുഡ്, വെരി ഗുഡ്. 1 kilogram of fish. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഏതാ ഫിഷ് എന്ന് പറഞ്ഞത്? മത്തി അല്ലെങ്കിൽ ചാള. അതിനെന്താ പറയാ? സാഡീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. സാരഡീൻ എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയാം, പക്ഷേ സ്പെല്ലിംഗ് അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. പക്ഷേ സാഡീൻ എന്നാണ് പറയാം. അതിലേക്ക് മത്തിക്ക് അല്ലെങ്കിൽ ചാളയ്ക്ക് എന്താ പറയുക? സാഡീൻ ഫിഷ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. ഞങ്ങൾ ഒരുമിച്ച് ഫിഷ് മാർക്കറ്റിൽ പോയി. അവിടെ നിന്നും 1 കിലോ ചാള വാങ്ങിച്ചു, അല്ലെങ്കിൽ മത്തി വാങ്ങിച്ചു. We went to the fish market together, where I bought 1 kilogram of sardine fish. Okay, super. Clear? അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചായ ടീ ഫാക്ടറി പോയി. അവിടുന്ന് ചായപ്പൊടി 1 കിലോ വാങ്ങിച്ചു. അതാണ് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അതിനുശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ബില്ലടയ്ക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ബില്ലടച്ചതിന് ശേഷം ഞങ്ങൾ റോസ് ഗാർഡനിലേക്ക് പോയി. ബില്ലടച്ചതിന് ശേഷം നമ്മളൊരു എന്തൊരു സാധനം വാങ്ങിയിട്ട് ബില്ലടച്ചിട്ട് നിങ്ങൾ പോകില്ലേ? അപ്പോൾ ഈ ബില്ലടച്ചതിന് ശേഷം എന്ന് പറയാൻ ആഫ്റ്റർ പേയിങ് ബിൽ. പേ ചെയ്യാന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നാണല്ലോ. പേയിങ് തന്നെ പറയണം. ആഫ്റ്ററും ബിഫോറും കഴിഞ്ഞാൽ പിന്നെ പേയിങ്, വർക്കിംഗ്, സിറ്റിംഗ് അങ്ങനെയാണ് വരുള്ളൂ. അപ്പോൾ ആഫ്റ്റർ പേയിങ് ദ ബിൽ എന്താ അതിൻ്റെ അർത്ഥം? ബില്ലടച്ചതിന് ശേഷം. ഓക്കെ, ഒന്ന് പറഞ്ഞു. ഈ പെയ്ഡ് എന്ന് പറയുമ്പോഴും അടച്ചു എന്നാണ്. പേ എന്ന് പറഞ്ഞാൽ അടയ്ക്കുക, പെയ്ഡ് എന്ന് പറഞ്ഞാൽ അടച്ചു. ബില്ല് അടച്ചതിന് ശേഷം എന്നാണ് പറയുന്നതെങ്കിൽ ആഫ്റ്റർ പേയിങ് എന്ന് വേണം പറയാൻ. ആഫ്റ്റർ പേയിങ് ദ ബിൽ എന്ന് തന്നെ പറയണം. എങ്ങനെ പറയണം? ആഫ്റ്റർ പേയിങ് ദ ബിൽ. ബില്ല് അടച്ചതിന് ശേഷം ഞങ്ങൾ എങ്ങോട്ട് പോയി? പാർക്കിലേക്ക് പോയി. ബില്ല് അടച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഷോപ്പിൽ കയറി സാധനമൊക്കെ വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, അതിനുശേഷം നമ്മൾ പാർക്കിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ സാധനങ്ങളുടെ ബില്ലടച്ച് വെക്കണമല്ലോ. അപ്പോൾ ബില്ലടച്ചതിന് ശേഷം ഞങ്ങൾ പാർക്കിലേക്ക് പോയി. ഒന്ന് പറഞ്ഞു നോക്കിയേ. After paying the bill, we went to the park together. ഞങ്ങൾ ഒരുമിച്ച് പാർക്കിലേക്ക് പോയി അല്ലേ? ബില്ലടച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ബീച്ചിലേക്ക് പോയി. ഓക്കെ, ഓഡിയൻസ് ഒന്ന് പറഞ്ഞു നോക്കുക. ബില്ലടച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ബീച്ചിലേക്ക് പോയി. മോളൊന്ന് പറഞ്ഞേ. After paying the bill, we went to the beach together. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ പേയിങ് ദ ബിൽ, ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ബില്ലടച്ചതിന് ശേഷം ഞങ്ങൾ റോസ് ഗാർഡനിലേക്ക് പോയി എന്നാണ്. എന്താ ചെയ്ത്?
റോസ് ഗാർഡനിലേക്ക് പോയി. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. After paying the bill, we went to the rose garden together. വെരി ഗുഡ്. ആഫ്റ്റർ പേയിങ് ദ ബിൽ വി വെൻ ടു ദി റോസ് ഗാർഡൻ ടുഗെദർ. പിന്നെ നേരത്തെ നമ്മളിവിടെ ടുഗെദർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് വേണമെന്നില്ല. നേരത്തെ നമ്മൾ ഒരുമിച്ച് പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് വൺ ബൈ വൺ ആയിട്ട് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ആദ്യം എന്നായിരുന്നു നമ്മൾ ഊട്ടിയിൽ പോയത്? 2 weeks ago. 2 weeks ago, 2 ആഴ്ച മുമ്പ് അല്ലേ? അപ്പോൾ 2 ആഴ്ച മുമ്പ് നമ്മൾ ഊട്ടിയിൽ പോയി. അവിടെ വെച്ച് ആരെയാണ് കണ്ടത്? ഫ്രണ്ടിനെ. ആരെയാണ് കണ്ടത്? ഫ്രണ്ടിനെയാണ് കണ്ടത്. ഓക്കെ, ഫ്രണ്ടിനെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ടീ ഫാക്ടറിയിൽ പോയി. ഞങ്ങൾ ഒരുമിച്ച് അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, അവൻ എൻ്റെ കൂടെ വന്നു, അക്കമ്പനീഡ്. ഓർമ്മയുണ്ടോ? 2 ആഴ്ച മുമ്പ് എവിടെ പോയി? ഊട്ടി പോയി. എവിടെ വെച്ച്? ഫ്രണ്ടിനെ കണ്ടു. ഓക്കെ, എന്നിട്ട് അക്കമ്പനീഡ് അവൻ കൂടെ വന്നു. നിങ്ങൾ മനസ്സിൽ കാണുക, കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും മനസ്സിൽ ഈ സംഭവം 1 by 1 ആയിട്ട് കാണുക, എന്നിട്ട് വേണം പറഞ്ഞു നോക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ് പോയത്? ടീ ഫാക്ടറിയിൽ ഒരുമിച്ച് പോയി. ടീ ഫാക്ടറിയിലേക്ക് ഒരുമിച്ച് പോയി അല്ലേ? ഓക്കെ, അവിടുന്ന് എന്താ ചെയ്തത്? ഞാൻ 1 കിലോഗ്രാം ടീ പൗഡർ വാങ്ങി. 1 കിലോഗ്രാം ടീ പൗഡർ ഞാൻ അവിടുന്ന് വാങ്ങിച്ചു. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്ത്? സാധനം വാങ്ങി എന്ത് ചെയ്യണം? ആഫ്റ്റർ പേയിങ് ദി ബിൽ. ബില്ല് അടച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോയത്? റോസ് ഗാർഡനിലേക്ക്. ഊട്ടിയിൽ റോസ് ഗാർഡൻ ഉണ്ട്. അപ്പോൾ നമ്മൾ റോസ് ഗാർഡനിലേക്ക് പോയി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ 1 by 1 ആയിട്ട് പറയേണ്ടത്. ഓർഡറിൽ പറയാം. അപ്പോൾ മോളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇതൊന്ന് പോസ് ചെയ്തിട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, മോളൊന്ന് പറയൂ. 2 weeks ago, I went to Ooty where I saw my friend. He accompanied me. We went to the അക്കമ്പനീഡ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആൻറ്റും കൂടി ചേർക്കാം. and we went to the tea factory. I bought 1 kilo. അവിടെ നമ്മൾ ടുഗെദർ വേണ്ടേ? അപ്പോൾ ഇവിടെ തെറ്റാതെ ഇതുവരെ ഒന്നുകൂടി പോരട്ടെ, കുഴപ്പമില്ല. നമ്മളിങ്ങനെ കേട്ടുക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. തെറ്റിപ്പോകുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക. എത്രത്തോളം നിങ്ങൾ പറയുന്നു അത്രത്തോളം നിങ്ങൾ കൂടുതൽ ഫ്ലുവൻ്റ് ആവുകയും പവർഫുൾ ആവുകയും ചെയ്യും. ഓക്കെ, 2 weeks ago, I went to Ooty where I saw my friend. He accompanied me. We went to the tea factory together. I bought 1 kilogram of tea powder. Where I bought. അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു അല്ലേ? Where I bought 1 kilogram of tea powder. I paid the bill ആണ്. അല്ല, ആഫ്റ്റർ പേയിങ് ദ ബിൽ. ബിൽ അടച്ച ശേഷം നമ്മൾ പറയുന്നത്. ഐ പെയ്ഡ് ദ ബില്ലിന് വരും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ബിൽ അടച്ച ശേഷം ഞങ്ങൾ റോസ് ഗാർഡനിലേക്ക് പോയി എന്നല്ലേ? After paying the bill, we went to the rose garden together. ഓക്കെ, വേണ്ട, 2 ടുഗെദർ വേണ്ട. നേരത്തെ ഒരു ടുഗെദർ അവിടെ പറഞ്ഞതുകൊണ്ട് ടീ ഫാക്ടറിയിൽ ഒരുമിച്ചാണ് പോയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓഡിയൻസ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇതേപോലെ പറഞ്ഞു നോക്കുക. നിങ്ങളിത് നോക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക, കിട്ടുന്നുണ്ടോയെന്ന്. ഇപ്പം തന്നെ ഇതൊന്ന് പോസ് ചെയ്യുക. ഇപ്പം തന്നെ ഇതൊന്ന് ഇത്രയും ഭാഗം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ആ സംഭവം വരുന്നുണ്ടോ, നോക്കാതെ പറയാൻ പറ്റുന്നുണ്ടോയെന്ന്, ആ സംഭവം ക്ലിയർ ആയി കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യുക. ഇപ്പം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഈ സംഭവം ഒന്ന് ഇത്രയും ഭാഗം ഒന്ന് ടൈപ്പ് ചെയ്തയക്കുക. എത്രത്തോളം നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മൾ എവിടെയാണ് പോയത്? റോസ് ഗാർഡനിലാണ്. അവിടെ നമ്മൾ ഈ റോസ് ഗാർഡനിലും അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ ആൾക്കാരുണ്ടാവും. കണ്ടിട്ടില്ലേ ഊട്ടി പോയപ്പം? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറെ കണ്ടു. റോസ് ഗാർഡനിൽ ആരെയാണ് കണ്ടേ? ഫോട്ടോഗ്രാഫർ. അപ്പോൾ അവിടെ വെച്ചൊരു ഫോട്ടോഗ്രാഫറെ കണ്ടു എന്ന് എങ്ങനെ പറയും? അവിടെ വെച്ചെന്നുള്ള എന്ത് പറയും? അതെ, വെയർ വി സോ. ഞങ്ങൾ കണ്ടു എന്നാണെങ്കിൽ വി സോ, ഞാൻ കണ്ടു എന്നാണെങ്കിൽ ഐ സോ. അപ്പോൾ വെയർ ഐ സോ എ ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫർ അല്ല, ഫോട്ടോഗ്രാഫർ. ആരാണ്? ഫോട്ടോഗ്രാഫർ. ഗ്രാഫർ അല്ല, ഫോട്ടോഗ്രാഫർ. ഓക്കെ, ഫോട്ടോഗ്രാഫർ. ഓക്കെ, വെയർ ഐ സോ എ ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്ക്. അതെ, അപ്പോൾ ഇതിങ്ങനെ പറയാം. ബില്ലടച്ച ശേഷം ഞങ്ങൾ റോസ് ഗാർഡനിലേക്ക് പോയി. അവിടെ വെച്ച് ഞാനൊരു ഫോട്ടോഗ്രാഫറെ കണ്ടു. After paying the bill, we went to the rose garden where I saw a photographer.
photographer. ഓക്കെ, ഇതേ സെൻറ്റൻസ് നമ്മുടെ സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ബില്ലടിച്ച ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. അവിടെ വെച്ച് ഞാനൊരു ഐസ്ക്രീം വിൽപ്പനക്കാരനെ കണ്ടു. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു മാളിൽ നിന്നൊക്കെ സാധനം വാങ്ങിയിട്ട് അതിൻ്റെ ബില്ലടിച്ചു. അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് പോയി ബീച്ചിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഐസ്ക്രീം വിൽപ്പനക്കാരനെ കണ്ടു. നമ്മുടെ സുഹൃത്തുക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഈ സെൻറ്റൻസ് പറയാമെന്ന്. ഓക്കെ, ഇനി മോളെന്ന് പറഞ്ഞു നോക്കുക. After paying the bill, we went to the beach where I saw a ice cream seller. Where I saw an ice cream seller. An ice cream seller. ഓക്കെ, എയും ആനും തമ്മിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ വൗൽ സൗണ്ടിനനുസരിച്ചാണ് എയും ആനും ചേർക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വളരെ ബേസിക്കായ രീതിയിൽ ഞാൻ കഴിഞ്ഞ ഒരു മുമ്പത്തെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി നിങ്ങൾ എത്തിക്കഴിയുമ്പം എ ആൻ ഇതിൻ്റെ ഉച്ചാരണങ്ങൾ ഏതൊക്കെയാണ്, വൗൽ സൗണ്ടിൻ്റെ സൗണ്ട് ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പോൾ തുടക്കത്തിൽ പറയുന്നത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്കറിയാം ഐസ്ക്രീം, അതുപോലെ തന്നെ എറോപ്ലെയിൻ, ഓറഞ്ച്, ആപ്പിൾ, ഇതിൻ്റെയൊക്കെ തൊട്ടുപുറയിൽ എന്താണ് ഉപയോഗിക്കുക? ആനാണ് ഉപയോഗിക്കുക അല്ലേ? ഓക്കെ, അപ്പം എങ്ങനെ പറയും? Where I saw an ice cream seller. An ice cream seller. ഓക്കെ, അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബില്ലടിച്ചതിന് ശേഷം ഞങ്ങൾ റോസ് ഗാർഡനിലേക്ക് പോയി. അവിടെ വെച്ചൊരു ഫോട്ടോഗ്രാഫറെ കണ്ടു. Photographer. ഒന്ന് പറഞ്ഞു നോക്കിയേ. After paying the bill, we went to the beach. അല്ല, എവിടെയാണ്? റോസ് ഗാർഡൻ. After paying the bill, we went to the rose garden together. Together വേണ്ട. After paying the bill, we went to the rose garden where I saw a photographer. വെരി ഗുഡ്. ഓക്കെ, ഇനി ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ഓക്കെ, ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക, ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. സ്നാപ്പ് എന്നുള്ള വേറെ സംഭവമുണ്ട്. ഇവിടെ we took many photos. We took many photos. ഒന്ന് പറഞ്ഞു നോക്കിയേ. We took many photos. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക, ടുക്ക് എടുത്തു. We took ഞങ്ങൾ എടുത്തു. TOOK. We took many photos. എന്ന് പറയും? We took many photos. We took many photos. ഓക്കെ, അതിനുശേഷം ഞങ്ങൾ ഒരു ബേക്കറിയിലേക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയത് ബേക്കറിയിൽ. അപ്പം എന്ത് പറയും അതിനുശേഷം? Later. ഇവിടെ നമുക്ക് ലേറ്റർ ഉപയോഗിക്കാം. ഇവിടെ കുറച്ചുകൂടി നമ്മൾ ലേറ്റർ എപ്പോഴും ഉപയോഗിക്കുന്നല്ലേ? ആഫ്റ്റർ വേർഡ്സ് എന്ന് ഉപയോഗിക്കാം. ആഫ്റ്റർ വേർഡ്സ് എന്താണ്? ആഫ്റ്റർ വേർഡ്സ് എന്താ ഉപയോഗിക്കുക? ആഫ്റ്റർ വേർഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് നമ്മളൊരു ഫോട്ടോഗ്രാഫറെ കണ്ടു, നമ്മൾ നിരവധി ഫോട്ടോസ് എടുത്തു. അതിനുശേഷം നമ്മൾ എങ്ങോട്ട് പോയത്? വി വെന്റ് ടു എ ബേക്കറി. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഒരുമിച്ച് പറഞ്ഞു നോക്കുക. ബില്ലടിച്ച ശേഷം എങ്ങോട്ടാണ് പോയത്? റോസ് ഗാർഡനിലേക്ക് പോയി. അവിടെ വെച്ച് ആരെയാണ് കണ്ടത്? ഫോട്ടോഗ്രാഫറെ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. We took many photos. Okay, we took many photos. Okay, അതിനുശേഷം നമ്മൾ ബേക്കറിയിലേക്ക് പോയി. എങ്ങനെ പറയും? അതിനുശേഷം നമ്മൾ and afterwards we went to the bakery. We went to a bakery. ഒരു ബേക്കറിയിലേക്കാവുന്നു. ഒരു ബേക്കറി എന്ന് എടുത്തു പറയുന്നുണ്ടെങ്കിൽ a bakery കേട്ടോ, അതാണ് a bakery. ഇനി അതല്ലെങ്കിൽ ഓരോന്ന് പറയുന്നില്ല, എന്ന് പറയുന്നില്ലെങ്കിൽ the bakery. We went to a bakery. ഒരു ബേക്കറിയിലേക്ക് പോയി. യെസ്, അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. ബില്ലടച്ച ശേഷം ഞങ്ങൾ എങ്ങോട്ടാണ് ആദ്യം പോയത്? After paying the bill, we went to the rose garden where I saw a photographer. We took many photos. Afterwards, we went to a bakery. ഈ ബേക്കറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാൻ നിങ്ങൾ വിട്ടുപോകരുത്. ബേക്കറി എന്ന് പറയുന്നതല്ലേ, നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം ബേക്കറി എന്തിനുള്ള, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും ബേക്കറിയിൽ? ഇവിടെ സ്വീറ്റ്സ് ഉണ്ടാവും അല്ലേ, ഒരുപാട് സംഭവം ഉണ്ടാവും. ഈ സ്വീറ്റ്സിനെ പറ്റി പറയുമ്പോൾ ശരിക്കും നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ സ്വീറ്റ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ക്യാൻഡീസ്, നമ്മളെ ചോക്ലേറ്റ്സ്, ക്യാൻഡീസ്, ഇതേപോലുള്ള മധുരം ഉപയോഗിച്ചുള്ള ഈ സംഭവങ്ങളെല്ലാം കൂടിയുള്ള ഈ ടൈപ്പ് ഓഫ് ഇതിനെ ബേക്കറി എന്നല്ല പറയുക, കൺഫെക്ഷണറി എന്ന് പറയാം. കൺഫെക്ഷണറി എന്താ പറയുക? കൺഫെക്ഷണറി. പറഞ്ഞു നോക്കിയേ. കൺഫെക്ഷണറി. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവിടെ നമുക്ക് മധുര പലഹാരശാല എന്ന് വേണമെങ്കിൽ പറയാം. കൺഫെക്ഷണറി
അതായത് മധുരങ്ങളാണ് അവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ എന്താ ചെയ്യുന്നത്? ബേക്കറിയിൽ നമ്മൾ എന്താ പറയുക, കേക്ക്, അതുപോലെ തന്നെ ബ്രെഡ്, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അല്ലേ, അതുപോലെ ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പുളിപ്പിച്ച് ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് ശരിക്കും മേജറായിട്ട് ബേക്കറി എന്ന് പറയുന്നത്. ഈ മധുര ഇതേപോലുള്ള സ്വീറ്റ്സ്, ക്യാൻഡി, ഈ സംഭവങ്ങൾ ഇതെല്ലാം കൂടി ഉള്ള സംഭവത്തിന് കൺഫെക്ഷണറി എന്നറിയാം. ഫെക്ഷൻ എന്ന് പറഞ്ഞേക്കെ കണ്ണില്ലേ, കണ്ണെന്ന് പറഞ്ഞ കൺഫെക്ഷൻ കൺഫെക്ഷണറി. വെരി ഗുഡ്. കൺഫെക്ഷണറി. ഓക്കെ. വിഷണറി എന്ന് പറയും പോലെ കൺഫെക്ഷണറി. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ട് പുറത്തൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ കൺഫെക്ഷണറീസ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഇതെന്താ എഴുതിയെന്ന് വിചാരിക്കേണ്ട, മധുര പലഹാരശാല എന്നാണ് പറയാം. നമ്മളിവിടെ കോമൺ ആയിട്ട് ബേക്കറി എന്നാണ് ഇതിനെല്ലാത്തിനും കൂടെ പറയാം. ഇതെല്ലാം ഉണ്ടാവും ബേക്കറിയിൽ. അതുപോലെ തന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് പല സാധനങ്ങളും വാങ്ങില്ലേ. ഇപ്പോൾ സ്വീറ്റ്സ് വാങ്ങും. അതുപോലെ തന്നെ സ്വീറ്റ്സിനൊക്കെ നമ്മൾ പൊതുവിൽ എന്ത് പറയും? സ്വീറ്റ്സിനൊക്കെ നമ്മൾ പൊതുവിൽ എന്തായിട്ട് പറയാം? നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സദ്യ കഴിച്ചിട്ട് നമ്മൾ പലപ്പോഴും സ്വീറ്റ്സ് ഒക്കെ ആളുകൾക്ക് കൊടുക്കാറില്ലേ? അപ്പോൾ നമ്മൾ എന്താ സ്വീറ്റ്സിന് പറയാം? ഡെസേർട്ട് അല്ലേ? ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? മരുഭൂമി എന്നർത്ഥം. എന്താണ്? മരുഭൂമി. അപ്പോൾ പിന്നെ ഈ മധുരമുള്ള നമ്മൾ ഈ കഴിക്കുന്ന സാധനത്തിന് എന്താ പറയുക? അതിനാണ് പറയുന്ന പേരാണ് ഡിസേർട്ട്. എന്താ പറയുക? ഡിസേർട്ട്. ഓക്കെ. അവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസമുള്ളത്. DESERT ഡെസേർട്ട് മരുഭൂമിയാണ്. മറ്റേ ഡിസേർട്ട് അത് രണ്ടാമത്തേതിനാണ്. എന്നുള്ള രണ്ടാമത്തേതിനാണ് കൂടുതലായിട്ട് നമ്മൾ ഡിസേർട്ട്, അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതിന് DESSERT ഒരു എസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അർത്ഥം കംപ്ലീറ്റ് മാറിപ്പോവും. ഓക്കെ. ഞാൻ ഡെസേർട്ടിലായിരുന്നു, ഞാൻ ഡിസേർട്ട് കഴിക്കുന്നതിന് വരെ ഞാൻ ഡെസേർട്ട് കഴിക്കാൻ ഞാൻ മരുഭൂമി കഴിക്കുമെന്ന് അർത്ഥമായിപ്പോവും. സംഭവം മാറിപ്പോവും, മൊത്തം പാളും. ഓക്കെ. അപ്പോൾ ഈ മധുര പലഹാരത്തിന് പറയുന്ന പേര് ഡിസേർട്ട്. എന്താ പറയാ? മറ്റേ ഡെസേർട്ട്. ഡൗട്ട് ഉണ്ട്. പേസ്ട്രീസ് എന്ന് പറയുമ്പോൾ അതെ, പേസ്ട്രീസ്. ഈ സംഭവമൊക്കെ ഈ നമ്മുടെ ഈ മധുരത്തിൻ്റെ ഇതിലാണ് വരിക. അതൊക്കെ കൺഫെക്ഷണറിയിലാട്ടോ വരിക, ആ സംഭവങ്ങളൊക്കെ വരിക. ഓക്കെ. അപ്പോൾ ഡിസേർട്ട്, മറ്റേത് ഡെസേർട്ട്, ഡി അങ്ങനെ വേണമെങ്കിൽ ചെറിയ ഉച്ചാരമുണ്ട്. പിന്നെ മെയിനായിട്ട് ഡിസേർട്ട് രണ്ടാമത്തെ സെസ് എന്നുള്ള അവിടെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ മധുരമുള്ള കാര്യത്തിനാണല്ലോ ഡിസേർട്ട് എന്ന് പറയാം. അങ്ങനെയാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഈ ഉപ്പും എരിവും ഒക്കെയുള്ള സാധനമല്ലേ, ഇപ്പോൾ മിച്ചർ, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ പല ചിപ്സുകൾ, മറ്റേ പൊട്ടാറ്റോ ചിപ്സ്, ഇപ്പോൾ ലേസിലൊക്കെ ഉള്ള പൊട്ടാറ്റോ ചിപ്സുകൾ, അതുപോലെ മുറുക്ക്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇതിന് പൊതുവിൽ എന്താ പറയുന്നറിയോ? അതിന് പറയുന്ന പേരാണ് സേവറി. എന്താ പറയുക? സേവറി എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും രണ്ടും സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. SAVORY ശരിയാണ്, SAVOURY ശരിയാണ്. ഇപ്പോൾ രണ്ട് രീതിയിൽ പറയാം സേവറി. പക്ഷെ നിങ്ങളതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള ഈ എരിവും ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള ഇതുപോലുള്ള മിച്ചർ പോലത്തെ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ പൊതുവിൽ പറയുന്നതാണ് സേവറി. ഓക്കെ. അപ്പോൾ ഡിസേർട്ടും സേവറിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഡിസേർട്ട് എന്താണ്? ഡിസേർട്ട് എന്ന് പറയുന്നത് മധുരമുള്ള സംഭവങ്ങൾ. സേവറി എന്ന് പറയുന്നത് സോൾട്ടും സോറും ആയിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, അതിനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിക്കുക. ഇവ തമ്മിൽ എപ്പോഴും ആളുകൾക്ക് മാറിപ്പോകുന്നൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ എവിടെ എത്തിയെന്ന് പറഞ്ഞ ബേക്കറിയിൽ അല്ലേ? വി വെന്റ് ടു എ ബേക്കറി. അവിടെ നിന്ന് ഞാൻ കുറച്ച് എന്താ പറയുക, ഈ സേവറി ഐറ്റംസ് വാങ്ങി. ചിലപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എരിവും ഉപ്പും ഒക്കെ കലർന്നിട്ടുള്ള സംഭവങ്ങളായിരിക്കാം. ഓക്കെ, റൈറ്റ്. ഞാൻ കുറച്ച് സേവറി വാങ്ങിയെന്നല്ലേ? അപ്പോൾ സം സേവറി ഐറ്റംസ്. അവിടെ നിന്നും ഞാൻ വാങ്ങി എന്നുള്ളത് എന്ത് പറയും? I bought some savory items. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഒരു ബേക്കറിയിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ കുറച്ച് സേവറി ഐറ്റംസ് വാങ്ങി. ഞങ്ങൾ ബേക്കറിയിലേക്ക് പോയി എന്ത് പറയും? We went to the bakery.
അല്ലെ ഒരു ബേക്കറിയിലേക്കാകുമ്പോൾ വി വെൻറ്റ് ടു എ ബേക്കറി. We went to a bakery ആ അവിടെ വെച്ച് അവിടെ നിന്നും. where I bought some savory items. വെരി ഗുഡ്. വേർ ഐ ബോട്ട് സം സേവറി ഐറ്റംസ്. ഓക്കെ, വേർ ഐ ബോട്ട് സം സേവറി ഐറ്റംസ്. അപ്പോൾ ഈ സംഭവം നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം, നമ്മുടെ ബ്രെയിനിൽ നിൽക്കുന്നുണ്ടോ എന്ന്. പല സുഹൃത്തുക്കളും പഠിച്ചതിന് ശേഷം ഇതൊക്കെ എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇട്ടിട്ട് പോകാൻ പാടില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ച ഓരോ സംഭവങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കേൾക്കണം. അങ്ങനെ കേട്ടാലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് മെമ്മറിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് മുതലൊരു കാര്യം. ആദ്യം എന്നാ എത്ര ദിവസം മുമ്പ് പോയത്? 2 weeks 2 weeks ago. ago. 2 weeks ago. 2 weeks Ago. ago. എവിടെയാണ് പോയത്? ഊട്ടിയിലേക്കാണ് പോയത്. 2 ആഴ്ച മുമ്പ് പോയത്. എവിടെയാണ് പോയത്? ഊട്ടിയിൽ. മനസ്സിലിങ്ങനെ 1 by 1 ആയിട്ട് കാണണേ, നമ്മൾ കേൾക്കുന്ന ഓഡിയൻസും കൂടി കാണാം. ഊട്ടിയിലാണ് പോയത്. അവിടെ ആരെയാണ് കണ്ടത്? ഫ്രണ്ടിനെയാണ് കണ്ടത്. അവൻ എന്ത് ചെയ്തു? എൻ്റെ കൂടെ അക്കമ്പനീഡ്. ഓക്കെ, എൻ്റെ കൂടെ വന്നു, അക്കമ്പനീഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഞങ്ങൾ എങ്ങോട്ടാണ് പോയത്? ടീ ഫാക്ടറിയിൽ. ഞങ്ങൾ ഒരു ടീ ഫാക്ടറിയിലേക്ക് ഒരുമിച്ച് പോയി. ടീ ഫാക്ടറിയിലേക്ക് ഒരുമിച്ച് പോയി. മനസ്സിൽ ഈ സംഭവം നിങ്ങളിങ്ങനെ കാണണം. നിങ്ങളിങ്ങനെ പോവാണ്, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാം, നിങ്ങൾ ഒരുമിച്ച് ഒരു ടീ ഫാക്ടറിയിലേക്ക് പോവാണ്. പിന്നെ എന്താ സംഭവിച്ചത്? അവിടെ നിന്ന് ടീ ഫാക്ടറി പോയപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് എന്ത് വാങ്ങിച്ചിട്ടുണ്ടാവും? 1 kilogram of tea powder. 1 kilogram ഓഫ്, അത് വിട്ടത് ഓഫ് ടീ പൗഡർ നമ്മൾ വാങ്ങിച്ചു. ടീ പൗഡർ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോയത്? കൺഫ്യൂഷൻ വന്നില്ലേ? റോസ് ഗാർഡനിൽ. അതാണ്. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോയത്? റോസ് ഗാർഡനിലേക്ക്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ വിട്ട് വരുന്നത് ബില്ലടച്ചു. ബില്ലടയ്ക്കാതെ പോയാൽ അവർ നമ്മളെ പിടിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ എങ്ങോട്ടാണ് പോയത്? അപ്പോൾ എന്താ ചെയ്ത് നമ്മൾ ബില്ലടച്ചതിന് ശേഷം നമ്മൾ ആഫ്റ്റർ പേയിങ് ദി ബിൽ നമ്മൾ എങ്ങോട്ട് പോയതു? റോസ് ഗാർഡനിൽ ആരുണ്ടായിരുന്നത്? റോസ് ഗാർഡൻ നല്ല മനോഹരമായ ഫ്ലവറാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ആരുണ്ടാവും? ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഓക്കെ, ഫോട്ടോഗ്രാഫർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തു അല്ലേ? ഫോട്ടോസ് എടുത്തതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോയത്? പിന്നെ സ്വാഭാവികമായിട്ടും കുറേ കഴിയുമ്പോൾ കുറച്ച് ക്ഷീണമായി, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ? അപ്പോൾ എങ്ങോട്ട് പോയത്? ബേക്കറിയിൽ. അതിനുശേഷം നമ്മൾ ആഫ്റ്റർ വേർഡ്സ് നമ്മൾ അങ്ങോട്ട് പോയി? ബേക്കറിയിലേക്ക് പോയി. അവിടെ നിന്ന് എന്താ വാങ്ങിച്ചത് നമ്മൾ? സേവറി ഐറ്റംസ് അല്ലേ? ഐ ബോട്ട് സം സേവറി ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർഡറിൽ ഒന്ന് പറഞ്ഞു നോക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഡോണ്ട് വറി, ഈസി ആയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. തെറ്റിപ്പോന്നുള്ള പേടിയൊന്നും വേണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ആദ്യമായി കേൾക്കുന്നവരാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രയാസം തോന്നിയേക്കാം. 3 times നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കണ്ടാൽ നോ ഡൗട്ട് നിങ്ങൾക്കിത് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നിട്ട് മെമ്മറി പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ 1 by 1 ആയിട്ട് ഈ സംഭവം കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി മോളൊന്ന് ഫസ്റ്റ് ഇട്ടൊന്ന് പറഞ്ഞു നോക്കേ. 2 weeks ago, I went to Ooty, where I saw my friend. He accompanied me. Okay. We went to the tea factory. Together. Tea factory together. I bought a 1 kilogram of tea powder. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? വെയർ മറന്നുപോയോ? അപ്പോൾ ഞങ്ങൾ ടീ ഫാക്ടറിക്ക് ഒരുമിച്ച് പോയി എന്നുള്ളത് പറഞ്ഞേ. തെറ്റിപ്പോയച്ച് കുഴപ്പമില്ല കേട്ടോ, സാരമില്ല. തെറ്റിപ്പോകും, അത് കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യല്ലേ, അപ്പോൾ തെറ്റിപ്പോകുന്നതിന് ഒരു ടെൻഷനും വേണ്ട. വീണ്ടും ഇത് പറഞ്ഞു നോക്കിയാൽ നമുക്ക് സെറ്റ് ആവും. 2 weeks ago, I went to Ooty, where I saw my friend. Okay. He accompanied me. We went to the tea factory together. Okay. I bought 1 kilogram of tea powder. Where I bought 1 kilogram of tea powder. Okay. After paying the bill, I went to the rose garden. We went to the rose garden. Okay. I saw a photographer. Where I saw a photographer. Okay. We took many photos. Okay, we took many photos. And afterwards, we went to a bakery. Where I bought some savory items. Very good. Superb. ഓക്കെ, അടിപൊളി. അത്രേ ഉള്ളൂ നമ്മൾ എടുത്ത് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വിട്ടുപോകാൻ സാധ്യത ടുഗെദർ ചിലപ്പോൾ വിട്ടുപോയേക്കാം. പിന്നെ വെയർ എന്ന് പറയേണ്ട സ്ഥലത്ത് ചിലപ്പോൾ വിട്ടുപോയേക്കാം. ഇപ്പം ഇത് കുറച്ച് ലോങ് സെൻറ്റൻസിലാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ അത്രയും പറഞ്ഞു പോയാൽ തെറ്റിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ധൈര്യമായിട്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പം സെറ്റ്
സെറ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സേവറി ഐറ്റംസ് വാങ്ങി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നേരത്തെ ടീ പൗഡർ വാങ്ങിയപ്പോൾ ഞാനാണല്ലോ ബില്ല് കൊടുത്തത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് എന്ത് ചെയ്തു, ബില്ലടച്ചു. സഡൻലി മൈ ഫ്രണ്ട് പെയ്ഡ് ദ ബിൽ. എന്താ പറയും? Suddenly my പെട്ടെന്നുള്ള എന്താ പറയും? Suddenly. അത്രേ ഉള്ളൂ, സിമ്പിൾ. സഡൻലി ആരാണ് ബില്ലടിച്ചത്? എൻ്റെ friend. മൈ ഫ്രണ്ട്. My friend paid the bill. പെയ്ഡ്, അടച്ചു എന്നുള്ള എന്ത് പറയും? Paid the bill. പേ എന്ന് പറഞ്ഞാൽ അടയ്ക്കുക, പെയ്ഡ് എന്ന് പറഞ്ഞാൽ അടച്ചു. മൈ ഫ്രണ്ട് പെയ്ഡ് ദ ബിൽ. ഓക്കെ, Okay. റൈറ്റ്. അപ്പോൾ നമ്മൾ പറയാം, ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് സേവറി ഐറ്റംസ് വാങ്ങി, പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് ബില്ലടച്ചു. അപ്പോൾ അങ്ങനെ പറയും? Suddenly my friend. അല്ല, ഞാൻ ഒരു സേവറി ഐറ്റംസ് വാങ്ങിച്ചു. Where I bought some savory items. Suddenly my friend. അവിടെ വേണ്ട ഒരു ആൻഡ് ചേർക്കാം. ആ രണ്ട് സെൻറ്റൻസിനെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് പറയാൻ വേണ്ടി where I bought some savory items and suddenly my friend paid the bill. Where I bought some savory items and suddenly my friend paid the bill. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സാധനങ്ങൾ സേവറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചില്ലേ? അപ്പോൾ ഇത് നമ്മളിനി എൻജോയ് ചെയ്ത് ഇത് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. ഓക്കെ, സോ വി എൻജോയ്ഡ് ദ സേവറി വെരി മച്ച്. നമ്മൾ നന്നായി ആസ്വദിച്ച് കഴിച്ചെന്ന് എങ്ങനെ പറയും? അപ്പോൾ കഴിക്കുക എന്നുള്ള വേർഡ് എവിടെയെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ഈറ്റ് എന്നുള്ള സംഭവമൊക്കെ വേണ്ടേ? അത് വേണമെന്നില്ല. ഇവിടെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വി എൻജോയ്ഡ് ദ സേവറി വെരി മച്ച്. അപ്പോൾ എൻജോയ് ചെയ്യുന്ന പറഞ്ഞാൽ നോക്കി എൻജോയ് ചെയ്യുന്നതല്ലോ, കഴിക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിൽ ഇത്രയും പറഞ്ഞാൽ മതി, വി എൻജോയ്ഡ് ദ സേവറി വെരി മച്ച്. വെരി മച്ച് എന്ത് പറയും? We enjoyed the savory very much. നമ്മളിപ്പോൾ ഐസ്ക്രീം വാങ്ങി, ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു, അതിനുശേഷം ഞങ്ങളത് ആസ്വദിച്ച് കഴിച്ചു. എങ്ങനെ പറയും? We bought an ice cream. വി ബോട്ട് ടു ഐസ്ക്രീം. We bought two ice cream. ഐസ്ക്രീം അല്ല, ഐസ്ക്രീംസ് രണ്ടെണ്ണം ആയതുകൊണ്ട്. We bought two ice creams. And we enjoyed it. And we enjoyed very much. Okay. And we enjoyed very much. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളൊരു സ്ഥലം കണ്ടു, ആ സ്ഥലം കണ്ടിട്ട് നമ്മളവിടെ നന്നായി ആസ്വദിച്ചു, ആ സ്ഥലമൊക്കെ അല്ലെ ബീച്ചൊക്കെ നന്നായി ആസ്വദിക്കുകയാണ്. വി എൻജോയ്ഡ് ദ ബീച്ച്. ഓക്കെ, അല്ലെ വി എൻജോയ്ഡ് ദ സൺസെറ്റ്, അങ്ങനെ പറയാം കുറച്ചുകൂടി. വി എൻജോയ്ഡ് ദ സൺസെറ്റ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ സേവറി വാങ്ങി, ആരെ ബില്ലടിച്ചത്? പെട്ടെന്ന് My friend. അപ്പോൾ എങ്ങനെ പറയും? ഞങ്ങൾ നേരെ ബേക്കറിയിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ കുറച്ച് സേവറി ഐറ്റംസ് വാങ്ങി, എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് ബില്ലടച്ചു, അതിനുശേഷം ഞങ്ങൾ ആ സേവറി ഐറ്റംസ് എൻജോയ് ചെയ്തു. എങ്ങനെ പറയും? We went to the bakery. Where I bought some savory items. And suddenly my friend paid the bill. Okay. We enjoyed it so much. We enjoyed the savory very much. We enjoyed the savory very much. Yes, we enjoyed the savory very much. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതിന് എന്താ പറയുക? തിരിച്ചു പോകുന്നത് റിട്ടേൺഡ്. സിമ്പിളായിട്ട് പറയാം, റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുക. റിട്ടേൺഡ്, RETURNED, റിട്ടേൺഡ് ടു അവർ റൂം. ആൻഡ് ദെൻ വി റിട്ടേൺ ടു അവർ റൂം. കണ്ടോ, ഈ ആൻഡ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു സെൻറ്റൻസ്, രണ്ട് സെൻറ്റൻസ് തമ്മിൽ ജോയിൻ ചെയ്ത് പറയാം. ഉദാഹരണമായിട്ട് പറയുകയാണ്, വി എൻജോയ്ഡ് ദ സേവറി വെരി മച്ച് ആൻഡ് ദെൻ വി റിട്ടേൺ ടു അവർ റൂം. ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മൾ. And then we returned to our room. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വി എൻജോയ്ഡ് എന്ന് പറഞ്ഞേ. We enjoyed the savory very much. We enjoyed the savory very much. And we returned. And then we returned to our room. And then എന്നുള്ളത് പിന്നീട് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, വി റിട്ടേൺഡ് അവർ റൂം. ഇത്രയും സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ സംഭവങ്ങളൊന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എത്ര സെൻറ്റൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒറ്റയടിക്ക് ഇത് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ കാണുക. ഓരോ തവണയും നിങ്ങൾക്ക് പറയാൻ അവസരം തരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ പറയാം. ഒപ്പം ഞങ്ങളുടെ കൂടെ നിങ്ങളിങ്ങനെ പറഞ്ഞു പോവുക. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് ഭംഗിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയണം, ഉറക്കെ പറയണം. ചില ആൾക്കാർ മനസ്സിലിങ്ങനെ പറയുകയാണ് ചെയ്യുക. മനസ്സിലിങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷിൽ ഭംഗിയായി സംസാരിക്കാൻ കഴിയില്ല. ഉറക്കെ തന്നെ പറയണം കേട്ടോ. മോൾ ഉറക്കെയാണോ മനസ്സിലാണോ പഠിക്കാറ്? മനസ്സിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, വാട്ട്സ് യുവർ നെയിം, എന്താ നിങ്ങളെ പേര് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയും? നമ്മൾ മനസ്സിലിങ്ങനെ പേര് പറഞ്ഞിട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഉറക്കെ തന്നെ പറഞ്ഞു പഠിക്കണം. അതേപോലെ തന്നെ സംഭവിക്കും.
ചില ആൾക്കാർക്ക് ഒരു കാര്യം പറയുന്ന കേട്ടാൽ മനസ്സിലാവും, തിരിച്ചു പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ പറയുന്നതറിയോ? സാർ ഇതെനിക്ക് എഴുതാൻ പറ്റും, കേട്ടാലേ എനിക്കത് മനസ്സിലാവും, അതേപോലെ തന്നെ അവർ പറയുന്ന ഓരോ ഐഡിയയും എനിക്ക് പറയാൻ പറ്റും, മെല്ലെ മെല്ലെ പറയാൻ പറ്റും. അതുകൊണ്ട് പോരാ, സ്പീഡിൽ പറയാൻ പറ്റണം. ഒരാൾ ചോദിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ മറുപടി പറഞ്ഞാൽ പോരാ, ഫാസ്റ്റായിട്ട് പറയണം. അപ്പോൾ നിങ്ങൾ ഉറക്കെ പറഞ്ഞ് തന്നെ പഠിക്കണം. അപ്പോൾ അതിനാണ് ഇങ്ങനത്തെ പ്രാക്ടീസുകൾ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. തുടക്കത്തിൽ കുറച്ച് പ്രയാസമുണ്ടെന്ന് തോന്നിയാലും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള സംഭവങ്ങൾ 1 by 1 ആയിട്ട് നമ്മുടെ മനസ്സിൽ കാണണം. എന്ത് കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ടെലിഗ്രാമിലൂടെയുള്ള ക്ലാസ്സുകളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ പുതിയൊരു പ്രോഗ്രാമും കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് 9995558247. ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും. വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ക്ലാസ് തരികയല്ല ചെയ്യുന്നത്, യൂട്യൂബ് വീഡിയോകൾ ഇടുന്ന സമയത്ത് അതിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നൽകും, അനുബന്ധമായ വിവരങ്ങൾ നൽകും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്ന് പറയുന്നത് പുതിയ പ്രോഗ്രാം വരുന്നുണ്ട്, ഉടൻ തന്നെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ എടുക്കുന്നത് പോലത്തെ വീഡിയോ ക്ലാസ്സുകൾ അടങ്ങിയ ഒരു കിഡിലൻ ട്രെയിനിങ് പ്രോഗ്രാം വരാൻ പോകുന്നുണ്ട്. ഓരോ ആൾക്കും പ്രത്യേകമായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ പറയുക ആയിരിക്കും. ഓരോരുത്തർക്കും പ്രത്യേകം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം ഒരു 27 ഗ്രൂപ്പ് കഴിഞ്ഞു. ഇപ്പോൾ 27ാമത്തെ ഗ്രൂപ്പാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഏകദേശം ഒരു ഗ്രൂപ്പിൽ 1000-നടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളുള്ളതുകൊണ്ട് ഇൻഡിവിജ്വൽ മെസ്സേജ് അയക്കുക പ്രായോഗികമല്ല. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇനി ചേരാൻ പറ്റുമോ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മൾ ഒരു പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആളുകളെ എടുക്കാൻ പറ്റും. കുറച്ച് ആൾക്കാരെ എടുത്താലേ നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് ആ കുറച്ച് ആൾക്കാർ അന്നേരം ജോയിൻ ചെയ്യുക, പിന്നീട് നമുക്കതിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. ഒരുപാട് ആൾക്കാർ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഫീസ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ഫീസ് പിന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ മുൻകൂട്ടി ഫീസ് അടച്ച് വെക്കുകയാണ്. അങ്ങനെ ആരും ദയവായത് മുൻകൂട്ടി ഫീ അടച്ച് വെക്കരുത്, പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്ന ആ സമയത്ത് ചേരുക, പിന്നീട് നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കാം, ഒന്ന് സെറ്റ് ആകുമോ നോക്കാം, എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ എന്നൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മോൾ ഇതുവരെ പറഞ്ഞ സംഭവങ്ങൾ 1 by 1 ആയിട്ട് ഒന്നുകൂടി കണ്ടു നോക്കിയാൽ മനസ്സിൽ ആദ്യം എന്തായിരുന്നു പെട്ടെന്ന് ഇതൊന്ന് ഇതേപോലെ പോയിന്റ് വൈസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ചെറിയൊരു പേപ്പറിൽ. എന്നിട്ട് നിങ്ങൾ പോക്കറ്റിലിടുക, എന്നിട്ടായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ എവിടെയാണ് തെറ്റിപ്പോകുന്ന ആ സംഭവം മാത്രം കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ അറിയാതെ സെറ്റായി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ആദ്യം എന്തായിരുന്നു, എന്നാ പോയത് മോൾ? എത്ര ദിവസം മുമ്പ്? 2 weeks ago. എവിടെയാണ് പോയത്? ഊട്ടിയിലാണ് പോയത്. മനസ്സിൽ കാണണം കേട്ടോ. പിന്നെ അവിടെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. 3ാമത്തെ സെൻറ്റൻസ്. ഓക്കെ, പിന്നെ അവൻ എൻ്റെ കൂടെ അക്കമ്പനീഡ് ചെയ്തു. അക്കമ്പനീഡ് കൂടെ വന്നു. 4ാമത്തെ സെൻറ്റൻസ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ടീ ഫാക്ടറിയിലേക്ക് പോയി. 5ാമത്തെ സെൻറ്റൻസ്. പിന്നെ ഞാൻ അവിടെ വെച്ച് 1 കിലോഗ്രാം ടീ പൗഡർ വാങ്ങിച്ചു. ഓക്കെ, 6ാമത്തെ സെൻറ്റൻസ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ബില്ലടച്ചതിന് ശേഷം റോസ് ഗാർഡനിൽ പോയി. ഓക്കെ, വെരി ഗുഡ്. 7ാമത്തെ സെൻറ്റൻസ്. അവിടെ വെച്ച് ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടു. ഓക്കെ, 8ാമത്തെ സെൻറ്റൻസ്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ അത് വരുന്നുണ്ടോ എന്ന് നോക്കണേ. ഇല്ലെങ്കിൽ നിങ്ങൾ അതാണ് ആദ്യം വരുന്നത്. ആ ഐഡിയ മനസ്സിലിങ്ങനെ കൊണ്ടുവരും. ഇതൊരു ട്രിക്കാണ്. ഈ രീതിയിൽ നിങ്ങൾ മനസ്സിൽ സംഭവങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ വലിയ കൺഫ്യൂഷൻ വരില്ല. എവിടെയും എഴുതി വെച്ച് കാണാതെ പഠിച്ചൊന്നും പറയേണ്ടല്ല. മലയാളം നോക്കി ഇംഗ്ലീഷ് പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ പിന്നീട് നമുക്ക് മലയാളം എന്നുള്ള സംഭവം വരാതെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ വേണ്ടിയുള്ള ലെവലിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിനുശേഷം ഞങ്ങൾ ബേക്കറിയിൽ പോയി. ഓക്കെ, 9ാമത്തെ സെൻറ്റൻസ്. അവിടെ വെച്ച് ഞാൻ കുറച്ച് സേവറി ഐറ്റംസ് വാങ്ങി. ഓക്കെ, 10. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് ബില്ലടച്ചു. ഞങ്ങൾ ആ സേവറി ഐറ്റംസ് എൻജോയ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. യെസ്. അപ്പോൾ ഓരോരോ സെൻറ്റൻസുകളായിട്ട് എടുക്കാൻ ഒരു 15ഓളം സെൻറ്റൻസുകൾ വരുന്നൊരു ലോങ് ഐഡിയ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതിലൊരുപാട് വ്യത്യസ്തമായ വാക്കുകളുണ്ട്, നമ്മളെ ചിലപ്പോൾ അറിയാത്ത വാക്കുകളുണ്ട്. അപ്പോൾ അക്കമ്പനീഡ് പലർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം ഇനി മോളൊന്ന് കാണാതെ പറയും. റെഡിയാണോ? ആർ യു റെഡി? യെസ്. വെരി ഗുഡ്. കം ഓൺ. 2 weeks ago, I went to Ooty, where I saw my friend. He accompanied me. We went to a
tea factory. We went to the. We went to the tea factory together. Okay. I bought a 1 kilogram of tea powder. Okay. After paying the bill, we went to the rose garden. Okay. I saw a photographer. Where I? Where I saw a photographer. Photographer. We took many photos. Okay. Afterwards, we went to a bakery Okay. where I bought some savory items. Very good. And suddenly my friend paid the bill. Very good. We enjoyed the savory. Very much. We enjoyed the savory very much. Wow, super. Later, we returned to our room. വെരി ഗുഡ്. സൂപ്പർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടോ, മിടുക്കി. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും പറഞ്ഞു നോക്കണം. റിപ്പീറ്റ് ചെയ്ത് പറയണം. പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മറ്റ് വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ വേണ്ടി വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. 9995582247 ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഈ കോഴ്സ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറന്നുപോകാതെ താഴെ കമൻറ്റ് ചെയ്യുക, പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയും ഏകദേശം 50,000 വ്യൂസ് വന്നതിന് ശേഷം മാത്രമേ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകൾ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പല സുഹൃത്തുക്കളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തെറ്റിപ്പോവാണ് സാർ, എന്താ ചെയ്യുകയെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ തെറ്റിപ്പോകുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. മിസ്റ്റേക്ക് വരും. അപ്പോൾ നിങ്ങളത് വളരുകയാണ്, നിങ്ങളത് കൂടുതൽ പവർഫുൾ ആവുകയാണെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമല്ലേ മിസ്റ്റേക്ക് വരുള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്. മിസ്റ്റേക്സ് ആർ പ്രൂഫ് ദാറ്റ് യു ആർ ട്രൈയിങ് ആൻഡ് ഗ്രോയിങ്. നിങ്ങൾ വളരുന്നതിൻ്റെ ലക്ഷണമാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. നിങ്ങൾ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്ലുവൻസിയിലേക്ക് കിട്ടും. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഫ്ലുവൻസി ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ഇറ്റ്സ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് മീ യുവർ ക്ലോസ് ഫ്രണ്ട് Surya Dhanesh. Have a great day. Bye for now.